ഇന്നത്തെ വിഷയം ആത്മസ്നാനവും അഗ്നിസ്നാനവും. മൂതാമ്പാക്കൽ കൊച്ചുകുഞ്ഞ് ഉപദേശിയുടെ ഒരു പാട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ ഒരു ലൈനുണ്ട്: ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈ കീഴിലല്ലയോ. ആത്മസ്നാനവും അഗ്നിസ്നാനവും നിന്റെ കൈ കീഴിലല്ലയോ. എന്തിനു പിന്നെ വെള്ളത്തിൽ സ്നാനമെൻ്റെ കൈകളാലേൽക്കുന്നു. എന്തിനു പിന്നെ വെള്ളത്തിൽ സ്നാനമെൻ്റെ കൈകളാലേൽക്കുന്നു. കുറച്ചാളുകളെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ ഇടയായിട്ടുള്ള ഒരു വേദഭാഗമാണ് ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു പാട്ട് പാടി, ആ പാട്ട് ചില ആളുകൾക്ക് ഇഷ്ടമല്ല. അങ്ങനെയുള്ള പാട്ടുകൾ വചനവിരുദ്ധമാണെന്ന് പറഞ്ഞ് സാധാരണക്കാരായ ആളുകളെ ഭീഷണിപ്പെടുത്തുകയും പരിഹസിക്കുകയും കൺഫ്യൂഷനിലാക്കുകയൊക്കെ ചെയ്യാൻ ചിലർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഒരു 50 കൊല്ലം മുമ്പ് മലയാളി പെന്തക്കോസ്ത് സമൂഹത്തിൽ പാടിയിരുന്ന മറ്റു ചില പാട്ടുകൾ ആളുകൾ മറന്നുപോയോ എന്നറിഞ്ഞുകൂടാ. എരിയുന്ന തീ സമമാ ദിവ്യജീവൻ തരിക നീ പരനെ നിരന്തരമാ എന്നിൽ തരിക നീ പരനെ. അതിൻ്റെ വരികളൊക്കെ കേൾക്കണേ. തീയിടാൻ ഭൂമിയിൽ വന്ന പാര അയ്യോ തിന്മ പെരുകുന്നു കാണണമേ. ഇത് അന്ന് പാടി ഒരുപാട് മനുഷ്യർ ആത്മനിറവിലേക്ക് നടത്തപ്പെട്ടു. ഇന്ന് തീ പോലെ ഇറങ്ങണമേ എന്ന് പാടിയപ്പോൾ പ്രശ്നം ഉണ്ടാക്കുന്നത് അറിവില്ലായ്മ കൊണ്ടാണെങ്കിൽ ആത്മാർത്ഥമായിട്ടൊരു മനസ്സ് ഒതുക്കി ദൈവസന്നിധി വന്നാൽ ദൈവം അറിവില്ലായ്മ നികത്തി തരും. അല്ല, മനഃപൂർവ്വം ദൈവത്തിൻ്റെ തീയെ, തേജസ്സിനെ കെടുത്തി കളയാനാണെങ്കിൽ ദൈവം തന്നെ അത് കൈകാര്യം ചെയ്യട്ടെ. അറിവില്ലായ്മയാകാനാണ് സാധ്യത. സ്തോത്രം. തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക, സ്വർഗീയ രാജാവേ തീ കത്തിക്ക. ഇങ്ങനെ അനേക ഗാനങ്ങൾ പരിശുദ്ധാത്മ നിറവിനെ തീയോടുപമിച്ച് ഭക്തന്മാർ പാടി. ഓക്കെ, പാട്ടവിടെ നിൽക്കട്ടെ. തിരുവെഴുത്തിലേക്ക് നമുക്ക് പോകാം. ഇടയ്ക്ക് പാടുകയും ചെയ്യാം. മാത്യു പി തോമസ് സാർ എന്ന് പറയുന്ന ആളെ കേട്ടിട്ടെങ്കിലും ഉള്ളവരൊന്ന് കൈവക്കുക, കണ്ടിട്ടുള്ളവരൊന്ന് കൈവക്കുക. ICPFൻ്റെയും മറ്റു പ്രവർത്തനങ്ങളുടെ മുൻനിരയിൽ നിൽക്കുന്ന ബഹുമാന്യനായ ദൈവദാസനാണ് മാത്യു പി തോമസ് സാർ. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം TT ശാമുവേൽ സാറിൻ്റെ പുസ്തകമാണ്. അതിന് അവതാരിക എഴുതിയിരിക്കുന്നത് മാത്യു പി തോമസ് സാറാണ്. ICPFന് വേണ്ടി മാത്യു പി തോമസ്. അദ്ദേഹം ഈ എഴുത്തുകാരനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യം ആദ്യം വായിച്ച് കേൾപ്പിക്കാം. അദ്ദേഹം ഒരു ബൈബിൾ സ്കൂളിലും വിദ്യാർത്ഥിയായിരുന്നിട്ടില്ല. പക്ഷേ കുമ്പനാട് ഹെബ്രോൻ ബൈബിൾ കോളേജിൽ അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നിട്ടുണ്ട്.
പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ ദൈവവചനം ആഴമായി പഠിക്കുവാനും മനനം ചെയ്യുവാനും ഇടയായപ്പോൾ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ അദ്ദേഹം ബൈബിൾ സംബന്ധമായി അനേകരെ പഠിപ്പിക്കുവാനും സംശയങ്ങൾക്ക് മറുപടി നൽകുവാനും പ്രാപ്തനായി തീർന്നു. ഇടയ്ക്ക് എൻ്റെ ഒരു അനുഭവം പറയാം. പാസ്റ്റർ മാത്യു ശാമുവേൽ പറഞ്ഞൊരു കാര്യം. അദ്ദേഹം ഒരിക്കൽ എന്നോട് പറഞ്ഞു, IPCയിൽ ബൈബിൾ നന്നായി അറിയാവുന്ന അൽമായ സമൂഹത്തിൽ ഒരാളാണ് TT ശാമുവേൽ. രണ്ടുപേരുടെ പേര് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം പൊതുവെ പറഞ്ഞിരുന്നില്ല. പാസ്റ്റർമാരല്ലാത്തവരുടെ കൂട്ടത്തിൽ ആധികാരികമായി തിരുവെഴുത്തറിയാവുന്ന ഒരാളാണ് ഇദ്ദേഹം എന്ന് മാത്യു പി തോമസ് സാർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇദ്ദേഹത്തിന് ഈ വിഷയത്തിലുള്ള കാഴ്ചപ്പാട് എന്താണെന്നും കൂടെ നിങ്ങളെ അറിയിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. കാരണം നിഷ്കളങ്കരും ആത്മദാഹമുള്ളവരുമായ ആളുകളെ തെറ്റിച്ച് കുഴച്ചു കളയുന്ന ഒരു കാലം വന്നിരിക്കുന്നു. ആരാണിതിൻ്റെ കോൺട്രാക്റ്റ്? ഇപ്പോൾ കോട്ടയത്ത് നടന്നിരിക്കുന്ന ഒരു കൊലപാതകം സംബന്ധിച്ച് വലിയ അന്വേഷണം നടക്കുകയാണ്. ഇരയുടെ ഒപ്പവും വേട്ടക്കാരൻ്റെ ഒപ്പവും ഓടുന്ന ആരോ ഉണ്ട്. അപ്പം ഈ പിടിക്കപ്പെട്ടവരല്ല പ്രതികൾ, ഇതിൻ്റെ പുറകിലാരോ ഉണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള ഏത് കാര്യം വന്നാലും അതിനെ വെട്ടുന്ന, അതിനെ ഉടയ്ക്കുന്ന ഈ ഗ്രൂപ്പുകളുടെ പുറകിലാരാ? ലക്ഷ്യമെന്താ? ഞാനിപ്പോൾ ഈ ക്ലാസ് എടുക്കുന്നത് ലക്ഷ്യം പറയട്ടെ, നിങ്ങൾ അഭിഷേകം പ്രാപിക്കണം. അത്രയേ ഉള്ളൂ എൻ്റെ ലക്ഷ്യം. ഇതല്ല മറുവശം പറയുന്നവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പം അതുകൊണ്ട് സത്യം നിങ്ങൾ അറിയണം, നിങ്ങൾ ആത്മാവിനെ പ്രാപിക്കണം. അപ്പോൾ TT ശാമുവേൽ സാറിൻ്റെ ഈ പുസ്തകം നിങ്ങൾ മലയാളം വായിക്കാൻ അറിയുന്നവരൊക്കെ ഓരോ കോപ്പി മേടിച്ചുകൊള്ളുക. കാരണം ഒരു കാലഘട്ടം മാറി വരിക. ഈ പെന്തക്കോസ്ത് കൂട്ടായ്മയെ മറ്റൊരു കൂട്ടായ്മയാക്കി മാറ്റാനൊരു ശ്രമം എവിടുന്നോ നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാവുന്നു. ഞാൻ ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ആളാണ്. അപ്പം നിങ്ങൾ ചോദിക്കും, അത് ഏതാ പാസ്റ്റർ കൂട്ടായ്മ? അത് പെന്തക്കോസും അല്ല, ബ്രദറും അല്ല. ഇതിനിടയ്ക്കൊരു സാധനം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട്, ബ്രന്തക്കോസ്. അതാണ് സാധനം. ആത്മസ്നാനവും അഗ്നിസ്നാനവും എന്ന ഹെഡിങ്ങിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിനെ കുറിച്ച് സ്നാപക യോഹന്നാൻ പുരുഷാരത്തോട് സംസാരിക്കുമ്പോൾ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കുമെന്ന് പ്രസ്താവിക്കുന്നു. ലൂക്കോസ് 3:16, മത്തായി 3:11. ഇവിടെ പറയുന്ന ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒന്നു തന്നെയാണെന്നും പെന്തക്കോസ് നാളിൽ അത് ആദ്യമായി നിറവേറപ്പെട്ടു എന്നും തുടർന്ന് ഇന്നും വിശ്വാസികൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആത്മസ്നാനം തന്നെയാണ് അഗ്നിസ്നാനം എന്നും ഒരു കൂട്ടർ അഭിപ്രായപ്പെടുന്നു. അതേസമയം മറ്റൊരു കൂട്ടർ വാദിക്കുന്നത് ഇപ്രകാരമാണ്: ആത്മസ്നാനം വിശ്വാസികൾക്കുള്ളത്, അഗ്നിസ്നാനം അവിശ്വാസികൾക്കുള്ളത്. രക്ഷിക്കപ്പെടുന്നവരെ സഭാംഗങ്ങളാക്കുന്നത് ആത്മസ്നാനം, ദുഷ്ടന്മാരെ ന്യായം വിധിച്ച് നരകാഗ്നി തള്ളുന്നത് അഗ്നിസ്നാനം. പെന്തക്കോസ്തുകാർ പൊതുവെ ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒന്നു തന്നെ എന്ന അഭിപ്രായക്കാരും വേർപാടുകാർ രണ്ടാമത്തെ ചിന്താഗതിക്കാരും അത്രേ. അപ്പോൾ അന്ന് അത് വേർപാടുകാരുടെ ചിന്താഗതിയായിരുന്നെങ്കിൽ ഇന്ന് അത് നമ്മുടെ കൂട്ടത്തിൽ ചിലരുടെ ചിന്താഗതിയായി മാറിയിരിക്കുന്നു. ഇതാണ് ഇപ്പോൾ വന്ന പുരോഗതി. ഇതാണ് ഈ 50 കൊല്ലം കൊണ്ട് വന്ന പുരോഗതി. ആത്മസ്നാനവും അഗ്നിസ്നാനവും രണ്ടല്ല, ഒന്ന് തന്നെ അത്രേ. ആദ്യത്തേത് അനുഭവം, റിയാലിറ്റി. രണ്ടാമത്തേത് അതിൻ്റെ ചിഹ്നം, സിമ്പിൾ. പരിശുദ്ധാത്മാവിൻ്റെ സാദൃശ്യങ്ങളിൽ ഒന്നാണ് അഗ്നി.
പെന്തക്കോസ്ത് നാളിൽ അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ പ്രത്യക്ഷമായി. ഇവിടെ ആത്മാവിനെ അഗ്നിയോട് സദൃശീകരിക്കുന്നതിൽ നിന്നും വ്യക്തമാകുന്നത് എന്ത്? കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് വ്യക്തികളെ ശുദ്ധീകരിച്ച് ശക്തി കൊണ്ട് നിറയ്ക്കുന്നു എന്നത്രേ. യാഗപീഠത്തിലെ തീക്കനലെടുത്ത് യെശയ്യാവിൻ്റെ അധരങ്ങളിൽ തൊടുവിച്ച് അവനെ ശുദ്ധീകരിച്ച് ദൈവവേലയ്ക്ക് വേണ്ടി ശക്തീകരിച്ച് പറഞ്ഞയക്കുന്നതായി യെശയ്യാവ് 6:6-9 കാണുന്നു. കർത്താവ് വിശ്വാസിയെ ആത്മാവിൽ മുക്കുന്നതാണ് പരിശുദ്ധാത്മസ്നാനം. അതോടൊപ്പം അവർ ആത്മശക്തിയാൽ നിറയപ്പെട്ട് ജ്വലിക്കുന്ന സാക്ഷികളായിത്തീരുന്നു. ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നുവെന്ന് അരുളി ചെയ്ത കർത്താവ് പെന്തക്കോസ്ത് ദിവസം അവരെ തീയിൽ മുക്കി ശക്തി കൊണ്ട് നിറച്ചു. അങ്ങനെ തേജസ്സേറിയ സുവിശേഷത്തിന്റെ ജ്വാല നാനാ ദിക്കുകളിലും കത്തിപ്പടർന്നു. ഇതെല്ലാം ആധികാരികമായ പഠനം നടത്തിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഒരുപാട് വായിക്കാനുണ്ട്, അതെല്ലാം വായിക്കുമ്പോൾ സമയം അങ്ങ് പോകും. പെന്തക്കോസ്ത് നാളിൽ തീ കൊണ്ടുള്ള സ്നാനം നടന്നിട്ടില്ല എന്നും ലോകാവസാനത്തിൽ ദുഷ്ടന്മാരെ അഗ്നിനരകത്തിൽ തള്ളുന്ന സംഭവമാണ് അഗ്നിസ്നാനം എന്നുള്ള സ്വന്തം അഭിപ്രായം തെളിയിക്കാൻ പ്രിയപ്പെട്ടവർ ഉദ്ധരിക്കുന്നത് അതിൻ്റെ അടുത്ത വാക്യങ്ങളാണ്. വാക്യം ഇപ്രകാരമാണ്: വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. ഈ കാര്യങ്ങൾ അടുത്ത ക്ലാസ്സുകളിൽ നമ്മളതിനെ വായിക്കാൻ പോണത്. ഞാനതങ്ങ് കൺക്ലൂഡ് ചെയ്യട്ടെ. ബൈബിളിൽ നിന്ന് നമുക്കത് ധ്യാനിക്കാനാണ് ഇന്നത്തെ ക്ലാസ്. വിശ്വാസികളുടെ ഹൃദയങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അഗ്നിക്ക് സമാനമത്രേ. പൗലോസ് നിജപുത്രനായ തിമോത്യോസിനെ ഓർമ്മപ്പെടുത്തുന്നത് അവനിലുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം എന്നത്രേ. ആത്മാവിനെ കെടുക്കരുത് എന്ന് 1 തെസ്സലോനിക്കർ 5:19 കാണുന്നു. പരിശുദ്ധാത്മാവും തീയും സംയോജിക്കുന്ന പദങ്ങൾ ആകയാൽ മത്തായി 3:11 പറയുന്ന തീ ആത്മാവാകുന്ന അഗ്നിയാണ് എന്നും അടുത്ത വാക്യത്തിൽ പറയുന്ന നരകത്തീ അല്ല എന്നും വ്യക്തം. 100-ൽ പരം വേദവ്യാഖ്യാതാക്കളുടെ അഭിപ്രായം പരിശോധിച്ചതിൽ ബഹുഭൂരിപക്ഷം 317 പേരും ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒന്ന് തന്നെ എന്ന അഭിപ്രായക്കാരാണ് എന്ന് മിസ്റ്റർ ബ്രൗണിന്റെ പുസ്തകത്തിൽ പേജ് 225 രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇദ്ദേഹം പെന്തക്കോസ്തുകാരനല്ലതാനും. ആത്മസ്നാനവും അഗ്നിസ്നാനവും ഒന്ന് തന്നെ എന്ന് തിരിച്ചറിയാൻ ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യം ഇല്ലല്ലോ. നമുക്ക് പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറാം. ഇവിടെ ഒരു ഖണ്ഡന മീറ്റിംഗ് അല്ല, ഇതൊരു ഡിസ്കഷൻ അല്ല. പക്ഷേ നിങ്ങളെല്ലാവരും പരിശുദ്ധാത്മാവിൽ നിറയണം. യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കണം. പ്രവചിക്കുന്നവർ നമ്മുടെ ഇടയിൽ എഴുന്നേൽക്കണം. പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. ആ വിലയേറിയ അനുഭവം നമുക്ക് ലഭിക്കണം. അത് നിന്നുപോയി എന്നും നിന്നു പോകുമെന്നും പഠിപ്പിക്കുന്ന കൂട്ടരല്ലിത്. അത് ഉണ്ടെന്നും അത് വേണമെന്നും ആഗ്രഹിക്കുന്നവരുടെ ഒരു കൂട്ടമാണിത്. അവരെ വെറുതെ വിട്ടേക്കണം. അത് നിന്നുപോയി എന്ന് പറയുന്ന ഗ്രൂപ്പിലോട്ട് ആളുകൾക്ക് പോകാം. അത് ഭൂമിയിലുണ്ട്. അതൊക്കെ ഈ ഭൂമിയിലുണ്ട്. എല്ലാ ഉപദേശങ്ങളും ഒരാളുടെ പഠിപ്പേര് കൊണ്ട് ഒരു സഭ ഇവിടെ നിന്നു പോയിട്ടില്ല. ഓരോരോ സഭകൾ അവരവരുടെ പഠിപ്പേര് തുടരുന്നു. അപ്പം അത് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ പെന്തക്കോസ്ത് കൂട്ടായ്മ പരിശുദ്ധാത്മാഭിഷേകത്തിനും അന്യഭാഷയ്ക്കും കൃപാവരങ്ങൾക്കും പിന്നെ പ്രായോഗിക ഭാഷയിൽ ഞാൻ പറഞ്ഞാൽ കൈകൊട്ടാനും തുള്ളിച്ചാടാനും പ്രവചിക്കാനും രോഗശാന്തിക്കും ഭൂതശാന്തിക്കും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു കൂട്ടായ്മയാണിത്. അതിന് വേദപുസ്തകത്തിൽ നിന്ന് ശക്തമായ പിന്തുണ തരാൻ ദൈവദാസന്മാർക്ക് കഴിയുകയും ചെയ്യും. അങ്ങനെ അല്ലാതെ പഠിപ്പിക്കുന്നവരുടെ മുഴുവനും വായടപ്പിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയല്ല. പക്ഷെ ഈ കൂട്ടായ്മ ഇങ്ങനെ പോട്ടെ, ഇതിനെ ഇങ്ങനെ പോകാൻ അനുവദിക്കണം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. പണ്ടാരോ പറഞ്ഞു ഭാഷാപരം നിന്നു പോകുമെന്ന് പറഞ്ഞത് ഇപ്പൊ ഏതാണ്ട് ഒത്തിട്ടുണ്ട്. കാരണം ഇപ്പൊ അങ്ങനെ ആരും പറയുന്നില്ല. ഇപ്പൊ എങ്ങനെയാ നിന്ന് പോകുന്നത്? ഇങ്ങനെ തന്നെ ഈ വിധമായ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിച്ച് നിന്നു പോകുകയല്ല, നിർത്തിയെടുത്തു. പക്ഷെ ദൈവം അനുവദിക്കത്തില്ലല്ലോ. ദൈവം അനുവദിച്ചിട്ടില്ലല്ലോ.
ഇതൊക്കെ തുടങ്ങിയ ചരിത്രം അറിയാവുന്നവർക്കറിയാം. ഇതൊക്കെ നിന്നുപോയി എന്ന് പഠിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്നാണ് ഈ അനുഭവം പ്രാപിച്ച ആളുകൾ പുറത്തു വന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരുടെ മേൽ ദൈവത്തിന്റെ തീ ഇറങ്ങി വരും. ഈ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ സംശയം മാറത്തക്കവണ്ണം ദൈവം നിങ്ങളുടെ അധരങ്ങളിൽ മേൽ അന്യഭാഷയുടെ അനുഭവം തരും. ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കുകയും ദൈവം നിങ്ങളെ പരിശുദ്ധാത്മാവിൽ നിറയ്ക്കട്ടെ. ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടതുപോലെ ഇന്നലെ 6 സ്ഥലങ്ങളിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയേറിയ പ്രവാഹം ഉണ്ടായത് പുതിയ നിയമത്തിൽ നിന്ന് കാണിച്ചു. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ മേൽ വരുമ്പോൾ സംഭവിക്കാവുന്ന 21 സംഭവങ്ങൾ കാണിച്ചു. ഇന്ന് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം. ആത്മസ്നാനവും അഗ്നിസ്നാനവും. ആദ്യമേ നമുക്ക് തിരുവെഴുത്ത് പരിശോധിക്കാം. മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യം. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനമേൽപ്പിക്കുന്നതേയുള്ളൂ. എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു. അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനമേൽപ്പിക്കും. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു. അങ്ങനെ സ്നാനപ്പെട്ടവരെ യേശുക്രിസ്തു പരിശുദ്ധാത്മാവിൽ സ്നാനപ്പെടുത്തും. അല്ലാത്തവർക്കാണ് ന്യായവിധി. യോഹന്നാൻ വന്നത് തന്നെ സ്നാനം നടത്താനാണ്. സ്നാപകൻ എന്ന പേര്. ആ ദിവ്യ ശുശ്രൂഷയെ അഗ്നിനരകത്തിന്റെ തീയായിട്ട് എങ്ങനെയാ ഒപ്പി കണക്ട് ചെയ്യുന്നേ? അതിന് സ്നാനം എന്നാണോ ഉപയോഗിക്കേണ്ടത്? യേശുക്രിസ്തു ന്യായം വിധിക്കും. പക്ഷെ ഇപ്പൊ അതല്ല നടന്നുകൊണ്ടിരിക്കുന്നത്. അത് വരുന്നേ ഉള്ളൂ. അപ്പോൾ വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു പോകാൻ നിങ്ങൾക്കാരാണ് ബുദ്ധി ഉപദേശിച്ചതെന്ന് അതിന്റെ മോളിൽ ചോദിച്ചിരിക്കുന്നു. വാക്യം 7 വായിക്കാമോ? തന്റെ സ്നാനത്തിനായി പരീശരിലും സദൂക്യരിലും ചിലർ വരുന്നത് കണ്ടാറേ അവൻ അവരോട് പറഞ്ഞത്, സർപ്പസന്തതികളെ, വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകുവാൻ നിങ്ങൾക്ക് ഉപദേശിച്ചെന്നത് ആര്? വരുവാനുള്ള കോപത്തെ ഒഴിഞ്ഞു ഓടിപ്പോകാൻ കൃപ ലഭിച്ചവരാണ് ഇപ്പൊ സ്നാനപ്പെടാൻ വന്നിരിക്കുന്നത്. വരുവാനുള്ള കോപമാണ് ന്യായവിധി. കുഞ്ഞാടിന്റെ കോപ ദിവസം, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം, ഭൂമി മുതൽ പണികളും വെന്തു പോകുന്ന ദിവസം. അത് ഒഴിയാനുള്ള മാർഗമാ മാനസാന്തരം, സ്നാനം, പരിശുദ്ധാത്മ നിറവ്. അപ്പൊ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകാനുള്ള കൃപ ലഭിച്ചവരാണ് ഇപ്പൊ വെള്ളത്തിൽ സ്നാനപ്പെടുന്നത്. അവർക്കാണ് ആത്മസ്നാനവും അഗ്നിസ്നാനവും. ഞാൻ നിങ്ങളെ വെള്ളത്തിൽ സ്നാനപ്പെടുത്തുന്നു, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിൽ തീ സ്നാനപ്പെടുത്തുന്നു. ഇത് മൂന്നും ഒരാൾക്കാ. സ്തോത്രം. എന്നാൽ ഇതിനോട് സഹകരിക്കാത്ത, ഇത് പ്രാപിക്കാത്തവർക്കാണ് വീശുമറും അവന്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കുന്നു. വായിച്ചോ, അതോടെ വായിച്ചോ. അവന്റെ കയ്യിൽ അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി ഗോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യും. അത് കെടാത്ത തീയാ. ആ തീക്കുള്ള മൂലഭാഷ പ്രയോഗ വ്യത്യാസമുണ്ട്. ഓക്കെ, ഇവിടെ നിഷ്പക്ഷമായിട്ട് ഒന്നുകൂടെ നോക്കാം. യേശു കർത്താവിന്റെ കയ്യിൽ 2 സാധനം ഉണ്ടെന്നാ പറയുന്നത്. ഒന്ന് മുറം, മറ്റൊന്ന് കെടാത്ത തീ. മുറം കാറ്റിനെ കൊണ്ടിരുന്നു. മുറം കണ്ടിട്ടുണ്ടോ? പിള്ളേർക്കറിയില്ല. ഇപ്പം മുറത്തിന്റെ ആവശ്യമില്ലല്ലോ. മിക്കവാറും രാജ്യങ്ങളിൽ കിച്ചൺ തന്നെ ഇല്ലാണ്ടായിരിക്കുക. കിച്ചൺ ഇല്ല ഇപ്പം മിക്കവാറും. എന്തിനാ കിച്ചൺ? എന്തിനാ? എല്ലാം ഇനി വരികയല്ലേ ഭക്ഷണം. അപ്പൊ അതിൻ്റെയൊക്കെ വളരെ പണ്ടത്തെ കാര്യം. മുറം, ഒരല്, ഒലക്ക, അതൊക്കെ ഇനി നമുക്ക് കാഴ്ച ബംഗ്ലാവിലെങ്ങാനും കാണാനേ പറ്റുള്ളൂ. മുറം എന്തിനാ? മുറം സാധാരണ ചെറിയ മുറം വീട്ടിലിങ്ങനെ അരി പാറ്റിയെടുക്കാൻ. വലിയ മുറം ഉണ്ടോ? എന്തിനാ?
കൊയ്ത്ത് കാലത്ത് ഫാനിന് പകരം അതിങ്ങനെ ആരോഗ്യമുള്ള രണ്ടുപേര് നിന്ന് വീശുമ്പോൾ ഈ കൊയ്തുകൊണ്ട് വന്ന നെല്ലിനെ രണ്ടാക്കും. ഇതൊരു ചതിയാന്നറിയോ? ഒരുമിച്ച് ജനിച്ച് ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച് ഇങ്ങനെ തുള്ളിച്ചാടി ആകാശത്തെ മഴയും പെയ്ത് കാറ്റും കൊണ്ട് വെയിലും കൊണ്ട് ഒരുമിച്ച് കളിച്ച് നടന്ന ഈ നെൽമണികളിൽ നിന്ന് കാറ്റ് വരുമ്പോൾ ഒരു ഡിവിഷൻ ഉണ്ടാവുക. ഈ പാടത്തോട്ട് നോക്കിയാൽ അറിയാം, ഒട്ടും വളയാതെ നല്ല തൻ്റെ അടുത്തോടെ നിൽക്കുന്ന മണികളുണ്ട്. അകത്തൊന്നും ഇല്ലാത്ത, അകത്തുള്ളത് അകത്ത് എന്തോരം വെയിറ്റ് ആവുമോ അപ്പോഴത്തോളം തന്നെ കുനിഞ്ഞു തുടങ്ങും. കുനിഞ്ഞ് 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 അങ്ങ് ഭൂമിയോളം കുനിഞ്ഞാ നിൽക്കുന്ന മണിയുള്ളത്. മണിയില്ലാത്തത് ഇങ്ങനെ നിൽക്കുന്നത് ഞാൻ തെളിയിക്കാമെന്നും പറഞ്ഞു. തെളിയും കാറ്റ് വരുമ്പോ വേദോസം പഠിച്ച് പഠിച്ച് അഹങ്കാരിയാകുകയാണോ? അങ്ങനെ കാണുന്നല്ലോ. എന്നാ പ്രയോഗങ്ങളാ. യൂട്യൂബിൽ ഒരെണ്ണം കേട്ടിട്ട് ഞാൻ മരവിച്ചു. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. എന്നാൽ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറയുക, അന്യഭാഷ ഇന്ന് ഉണ്ടെന്ന് തെളിയിച്ചാൽ ഞാൻ തലമുടി മൊട്ടയടിച്ച് ഭിക്ഷയ്ക്ക് പോകാവുന്നു. അയ്യോ, അതിന്റെ ആവശ്യമില്ല ബ്രദർ, അങ്ങനെ ഭിക്ഷയ്ക്കൊന്നും പോകരുത്. അന്യഭാഷ പറയുന്നവർ പറയട്ടെ, ബ്രദറിന് പറയണ്ട, അത്ര കാര്യമില്ലേ ഉള്ളൂ. ഇത്രയും വലിയ മരിക്കേണ്ട കാര്യമുണ്ടോ ഇതിന്? കണ്ടോ, വാശി കയറി. ദൈവസ്നേഹമാണോ ഇതിന്റെ പുറകിൽ? ഏതാ ഒരു ഡിബേറ്റിന്റെ ഒടുവിൽ പറഞ്ഞതാ. ആർക്ക് വേണ്ടിയാ ഇത്രയൊക്കെ കിടന്ന് പരാക്രമം? അന്യഭാഷയിൽ സംസാരിക്കുന്നത് വിലക്കുകയും അരുതെന്ന് എഴുതിയിരിക്കുന്നത് ഈ പുസ്തകത്തിലല്ലേ? അപ്പൊ ഇതൊരു ചെറിയ ശത്രു അല്ല ഇതിന്റെ പുറകിൽ കളിക്കുന്ന ഓർത്തോണം. അപ്പോ പഠിച്ച് തലക്കനം കൂടുകയാണോ? വിനയമുള്ളവരായി തീരും യഥാർത്ഥത്തിൽ നീ ദൈവവചനം പഠിച്ചാൽ. അപ്പൊ ഈ നിൽക്കതിരിങ്ങനെ നിൽക്കുക, അതിനകത്ത് ചിലത് ഇങ്ങനെ നിൽക്കുക, എന്നാ വന്നാലും ഫേസ് ചെയ്തോളാവെന്നും പറഞ്ഞ് നല്ല ഖനമുള്ള മണികൾ പതുക്കെ വളഞ്ഞിങ്ങനെ നിൽക്കും. അപ്പൊ ഈ വളഞ്ഞതിനെ മറ്റവൻ പുച്ഛിക്കും. അപ്പോ ഒരു പ്രതീക്ഷയുണ്ട്, വീശുമുറം അവന്റെ കയ്യിലുണ്ട്. അങ്ങനെ മുറം വരുമ്പോൾ ഒരുമിച്ച് നടന്ന, ഒരുമിച്ച് കിടന്ന, ഒരുമിച്ച് പാടിയ, ഒരുമിച്ച് ആരാധിച്ച ഈ കൂട്ടത്തിനകത്തോട്ട് ഈ കാറ്റ് വരുമ്പോൾ മണി അവിടെ കിടക്കും, പതിര് പറന്നു പോകും. അതിനെ തീയിലിടും. അപ്പൊ കാറ്റും തീയും ഈ ഭാഗത്ത് പറയുന്നുണ്ട്. സ്തോത്രം. കാറ്റും തീയും പെന്തക്കോസ്താളിലും ഉണ്ട്. പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്ന പോലെ മുഴക്കമുണ്ടായി. അതവരെ ന്യായം വിധിക്കുകയല്ലായിരുന്നു, അതവരെ ശക്തീകരിക്കുകയായിരുന്നു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. ന്യായം വിധിക്കാനല്ല, ശുദ്ധീകരിക്കാനാ, ശക്തീകരിക്കാനാ. അപ്പൊ തീ എന്ന് പറയരുത്, തീ അയക്കണമെന്ന് പ്രാർത്ഥിക്കരുത്, പാടരുത് എന്ന് താങ്കൾ പറയുന്നത് യഥാർത്ഥത്തിൽ സത്യസന്ധമായിട്ടാണോ? സഹോദരി സഹോദരന്മാരെ, വേദപുസ്തകം എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം. അത് മനസ്സിലായി കഴിയുമ്പോൾ നമുക്കങ്ങനെ പ്രാർത്ഥിക്കാൻ ഉള്ള ഭയം മാറിക്കിട്ടും. അതിന് ദൈവം കൃപ ചെയ്യട്ടെ. അറിവില്ലാത്തവരോട് ദൈവം തമ്പുരാൻ നേരിട്ട് ഇടപെട്ട് കാര്യങ്ങളെ ബോധ്യമാക്കി കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെയാണെങ്കിൽ ഈ വിഷയത്തെ നമുക്ക് പഠിക്കാനായിട്ട് 3 ഹെഡിങ്ങുകളിലായിട്ട് തിരിക്കാം. 1, ദൈവമാകുന്ന അഗ്നി. 2, ന്യായവിധിയുടെ അഗ്നി. 3, അനുഗ്രഹത്തിന്റെ അഗ്നി. ഈ 3 കാര്യങ്ങളെയും ഇന്ന് നമ്മൾ ധ്യാനിക്കും.
ഒന്നാമത്തെ ഭാഗത്തേക്ക് നമ്മുടെ വചനധ്യാനം പോകട്ടെ. അഗ്നിയാകുന്ന ദൈവം അഥവാ ദൈവമാകുന്ന അഗ്നി. 3 കുറിപ്പുകളായി തരാം. എബ്രായ ലേഖനം 12:29, യിരെമ്യാവ് 23:29. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. ഈ വാക്യത്തിന് ഇനി വേറെ വ്യാഖ്യാനം വേണ്ട. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലയോ? ആ ഒറ്റ വാക്യത്തിൽ ആ കാര്യം ക്ലിയറാണ്. പരിശുദ്ധാത്മാവ് ദൈവമാണോ? അതെ. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണോ? അതെ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ച ഒരാൾ പാടിയാലോ പ്രാർത്ഥിച്ചാലോ അപകടമില്ല. പിതാവായ ദൈവത്തെ ഉദ്ദേശിച്ചത്രേ ഈ വാക്യം എന്നിരിക്കട്ടെ. അടുത്ത വാക്യം 21-29 യിരെമ്യാവ്. എന്റെ വചനം തീ പോലെയും എന്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അല്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട്. വചനം തീയാണ്. ഇവിടെ എല്ലാം ഒരു മറുവശമുണ്ട്. വചനം തീയാണോ? അല്ലല്ല. വചനല്ലേ ഈ ഇരിക്കുന്നത്. ഇത് തീയാണോ? ദൈവം തീയാണോ? ഒരിക്കലും അല്ല. അടുക്കള തീയുണ്ടോ? തീ ദൈവമാണോ? ഒരിക്കലും അല്ല. ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു. പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിച്ച് പറഞ്ഞിരിക്കുന്നു എന്ന് ക്ലാസ് എടുത്തിട്ട് പോന്നപ്പോൾ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഒരു സംശയം വിളിച്ചു ചോദിച്ചു. സംശയം ക്രമേണേ വരത്തുള്ളൂ. കാരണം ഇപ്പോഴിതിങ്ങനെ കേട്ടതല്ലേ ഉള്ളൂ. പിന്നെ ഇനി ആരോടെങ്കിലുമൊക്കെ സംസാരിക്കും സംശയം ഉണ്ടാവും. അപ്പൊ ആരോ ഒരു സംശയം ഉണ്ടാക്കി കൊടുത്തു. അതിങ്ങനെയാണ്, യേശു കാറ്റിനെ ശാസിച്ചെന്ന് വാക്യമുണ്ടല്ലോ. അപ്പൊ പരിശുദ്ധാത്മാവിനെ കാറ്റിനോട് ഉപമിച്ചാൽ യേശു പരിശുദ്ധാത്മാവിനെ ശാസിച്ചെന്ന് വരികയല്ലേ? ഉണ്ടോ? എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ആളുകളെ കുഴയ്ക്കാനാണോ? പരിശുദ്ധാത്മാവ് കാറ്റാണെന്ന് പറഞ്ഞില്ല, പറയരുത്. പക്ഷെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്തെ കാറ്റിനോട് ഉപമിച്ച് പഠിക്കാം. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ലല്ലോ. ദൈവത്തെ ആരും കണ്ടിട്ടില്ല. ദൈവത്തെ മനസ്സിലാക്കുന്ന ചില ഉപമകളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ യേശു തമ്പുരാൻ പറയുന്നു, കാറ്റ് ഇഷ്ടമുള്ളിടത്തേക്ക് ഊതുന്നു. ക്ലിയർ അല്ലേ? അപ്പൊ ഞാൻ എന്നോട് സംശയം ചോദിച്ച സഹോദരനോട് പറഞ്ഞു, ഓക്കെ, നിങ്ങളോട് ഈ സംശയം ഉണ്ടാക്കി തന്ന ആളെ ഇപ്പൊ കാണാൻ നേരെയില്ലല്ലോ. അതുകൊണ്ട് ഈ ഒരു ഉത്തരം ഞാൻ പറഞ്ഞു തന്നാൽ നാളെ വേറൊരു സംശയം വരും. ഏതായാലും തിരിച്ചൊരു ചോദ്യം അങ്ങ് ചോദിക്കുന്നു, പ്രാവിനോട് ഉപമിക്കാവോ? അപ്പൊ എന്നോട് സംശയം ചോദിച്ച ആള് പറഞ്ഞു അതിന് കുഴപ്പമില്ല. കാരണം യേശു സ്നാനമേറ്റപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് എന്ന പോലെ ഇറങ്ങി. സംശയമില്ലല്ലോ, ഉറപ്പാണല്ലോ. ഇപ്പൊ പ്രാവിനെ കൊന്നെന്ന് വാക്യമുണ്ടല്ലോ. പ്രാവിന്റെ കഴുത്ത് പിരിച്ച് പറിച്ചു കളയണം എന്നുണ്ടല്ലോ. ഈയോടെ അപ്പൊ പരിശുദ്ധാത്മാവിനെയാണോ കൊല്ലുന്നേ? ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരുടെ ലക്ഷ്യമാണ് എനിക്ക് മനസ്സിലാകാത്തത്. അപ്പോ നമ്മുടെ വിശ്വാസം എടുത്തു കളയുക. ശതാധിപന്റെ വിശ്വാസത്തെ തടഞ്ഞ ഒരു ദുഷ്ടശക്തിയെ അപ്പോസ്തലൻ ശാസിക്കുന്നത് ബൈബിളിലുണ്ട്. ജനത്തെ ആത്മനിറവിലേക്ക് നടത്തിവിടാതിരിക്കാൻ ആരൊക്കെയോ പിശാചിനാൽ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിന്റെ സത്യം. ഓക്കെ, അപ്പോ പരിശുദ്ധാത്മാവ് തീയാണെന്നോ തീ പരിശുദ്ധാത്മാവാണെന്നോ അല്ല ഇതിന്റെ അർത്ഥം. അങ്ങനെ ഉപമിച്ചു പഠിപ്പിക്കുന്നു എന്നതിന്റെ അർത്ഥം. ഓക്കെ, അപ്പം ദൈവവചനം തീ എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ 2 ഇപ്പൊ തന്നത്. അതിൽ ആദ്യത്തേത് പിതാവായ ദൈവത്തെയും രണ്ടാമത്തേത് പുത്രനെയും എന്ന് നമുക്ക് ഗ്രഹിക്കാം. കാരണം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. നിന്റെ വചനം തീ പോലെയല്ലയോ? ഓക്കെ, മൂന്നാമത് അപ്പോസ്തല പ്രവൃത്തി 2:2 പെട്ടെന്ന്
പെട്ടെന്ന് കൊടിയ കാറ്റടിക്കുന്നത് പോലെ ആകാശത്ത് നിന്നൊരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവനും നിറഞ്ഞു. അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവക്ക് പ്രത്യക്ഷമായി. അഗ്നിജ്വാല പരിശുദ്ധാത്മാവിന്റെ പ്രവേശനത്തിങ്കൽ വെളിപ്പെട്ടു. വ്യക്തിയുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നപ്പോൾ, ആദിമസഭയിൽ പരിശുദ്ധാത്മ സ്നാനമുണ്ടായപ്പോൾ അവിടെ ഒരു തീ കണ്ടു. അപ്പോ പിതാവായ ദൈവത്തെയും പുത്രൻ തമ്പുരാനെയും പരിശുദ്ധാത്മാവിനെയും തീയോടുപമിച്ച് പറയാവുന്ന വാക്കുകളാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പരിശുദ്ധാത്മാവിനോട് ബന്ധപ്പെട്ട് വീണ്ടും തീയോട് സൂചിപ്പിക്കാവുന്ന പ്രയോഗങ്ങൾ ഇച്ചിരി മുമ്പ് ഞാനിവിടെ വായിച്ചു പുസ്തകത്തിൽ നിന്ന്. തീമോത്തിയോസിന്റെ ലേഖനത്തിലും തെസ്സലോനിക്ക ലേഖനത്തിലുമുണ്ട്. നമ്മൾ പിന്നീട് അത് വരുമെന്നുള്ളത് കൊണ്ട് വായിപ്പിക്കുന്നില്ല. ആത്മാവിനെ കെടുക്കരുത്. ആ പ്രയോഗം തീയോട് ബന്ധപ്പെട്ടാണ് ഉപയോഗിക്കുന്നത്. നിന്നിലുള്ള കൃപാവരെ ജ്വലിപ്പിക്കുവീൻ എന്ന പ്രയോഗവും ഒരു ഫയറാണ്, ഫ്ലെയിം. അപ്പൊ തീയോട് ഉപമിക്കാവുന്ന ബന്ധപ്പെടുത്തിയ ആശയം വരുന്ന 3 പ്രയോഗങ്ങൾ ഇപ്പൊ കണ്ടു. 1 അപ്പോസ്തല പ്രവൃത്തിയിലേതും, 2 തീമോത്തിയോസ് ലേഖനത്തിലേതും, 3 തെസ്സലോനിക്ക ലേഖനത്തിലേതും. ഈ വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവിനെ തീയോട് ഉപമിച്ച് അപ്പോസ്തോലന്മാർ പഠിപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ, തീ കത്തിക്ക, എന്നിൽ തീ കത്തിക്ക. പണ്ടൊരു കാലത്ത് മോശ കണ്ട മുൾപടർപ്പിൽ കത്തിയ പോലൊരു മഹത്വത്തിന്റെ തീ എന്നിൽ കത്തിക്കണേ എന്ന് പാടാൻ നിങ്ങൾക്ക് സാധിക്കും. അത് ധൈര്യമായി വചനത്തിന്റെ പിൻബലത്തോടുകൂടെ ഗ്രഹിച്ചുകൊള്ളുക. ഹല്ലേലൂയ. ഇനി അടുത്ത ഹെഡിങ് 3 കാര്യമാണ് പറഞ്ഞത്. അതിലൊരു ഹെഡിങ് കഴിഞ്ഞു. പെട്ടെന്ന് പറഞ്ഞു പോകുക, അല്ല തീരത്തില്ല. രണ്ടാമത്തേത് ന്യായവിധിയുടെ തീയ്. 7 വാക്യങ്ങൾ തരാം. 7. തീയെന്ന് കേട്ടാൽ ന്യായവിധിയാണ്. തീയെന്ന് മിണ്ടിപ്പോകരുത്, അത് ന്യായവിധിയാണ്. അതെ, തീ ന്യായവിധിയെ കാണിക്കുന്നു, ഒരു തർക്കവും വേണ്ട. പക്ഷെ അത് മാത്രമേ ഉള്ളൂ എന്ന് പറയരുത്, അത്രേ പ്രശ്നമുള്ളൂ. തീ ന്യായവിധിയെ കാണിക്കുന്നു. വായിക്കാം പെട്ടെന്ന്. മലാഖി 4:1 കാണാതെ അറിയാമല്ലോ, അങ്ങ് പറഞ്ഞു. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. അറിയാലോ, വായിച്ചോ. വരുവാനുള്ള ആ ദിവസം, വരാൻ പോകുന്നതാണത്. വേരും കൊമ്പും ശേഷിപ്പിക്കാതെ അവരെ ദഹിപ്പിച്ചു കളയും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ദഹിപ്പിക്കുന്ന തീ, ചൂള പോലെ കത്തുന്ന ദിവസം. എന്റെ നാമത്തെ ഭയപ്പെടുന്ന നിങ്ങൾക്കോ നീതി സൂര്യൻ തന്റെ ചിറകിൻ കീഴിൽ രോഗോപശാന്തിയോടുകൂടി ഉദിക്കും. ആമേൻ. പിന്നെ നിങ്ങളും പുറപ്പെട്ട് തൊഴുത്തിൽ നിന്ന് വരുന്ന പശുക്കിടാക്കളെ പോലെ തുള്ളിച്ചാടും. ആമേൻ. ആ ന്യായവിധിയുടെ തീയിൽ വിശുദ്ധന്മാർ അകപ്പെടുകയില്ല. അവരന്ന് തുള്ളിച്ചാടുന്ന ദിവസമായിരിക്കും. സ്തോത്രം. 2 തെസ്സലോനിക്കർ 1-ാം അധ്യായം 6 വാക്യം 6-7. കർത്താവായ യേശു തന്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ആ 2-ാം വരവിന്റെ 2-ാം ഘട്ടം അഗ്നിജ്വാലയിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിന്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കുന്ന ദിവസമാണത്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് പീഡയും പീഡ അനുഭവിക്കുന്ന നിങ്ങൾക്ക് ഞങ്ങളോടുകൂടെ ആശ്വാസവും പകരം നൽകുന്നത് ദൈവസന്നിധിയിൽ നീതിയല്ലോ. ഇത് തന്നെയാണ് മലാഖിയിൽ കണ്ടത്. ഇനി 2 പത്രോസ് 3:10. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമ്പുഴകത്തോടെ ഒഴിഞ്ഞു പോകും, മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. അതെ, പത്രോസ് അത് തന്നെയാണ് പറയുന്നത്. വരാൻ പോകുന്ന ന്യായവിധിയെ സൂചിപ്പിക്കുന്നു തീയ്. അത്
ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത തീയാണ്. കല്ല് പോലും കത്തുന്ന തീ, കോൺക്രീറ്റ് കെട്ടിടം നിന്ന് കത്തുന്ന, പച്ചവെള്ളം പോലും കത്തുന്ന ഒരു ദിവസം വരും. ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിയും. അങ്ങനെ ഒരു തീ വരാൻ പോവുക. അങ്ങനെ ഒരു തീ വരാൻ പോവുക. അപ്പൊ ന്യായവിധിയുടെ തീയാണ് ബൈബിൾ പറയുന്നത് എന്ന് പറയുന്നത് സത്യമാണ്. മൂന്നാമത്തെ വാക്യം സംഖ്യാപുസ്തകം 11:1. അനന്തരം ജനം യഹോവയ്ക്ക് അനിഷ്ടം തോന്നുമാറ് പിറുപിറുത്തു. യഹോവ കേട്ട് അവന്റെ കോപം ജ്വലിച്ചു. യഹോവയുടെ തീ അവരുടെ ഇടയിൽ കത്തി. യഹോവയുടെ തീ കത്തി പാളയത്തിൽ അറ്റങ്ങളിലുള്ളവരെ ദഹിപ്പിച്ചു കളഞ്ഞു. പിറുപിറുത്തപ്പം ന്യായവിധിയുടെ തീ വിശുദ്ധന്മാരുടെ മധ്യേ കത്തി. ദൈവത്തിന്റെ തീ ന്യായം വിധിക്കുന്ന തീയാണ്, സംശയം വേണ്ട. അതേ അധ്യായം, അതിന്റെ ഒരു കണ്ടിന്യൂറ്റി 16:35. അപ്പോൾ യഹോവയിൽ നിന്ന് തീ പുറപ്പെട്ട്, ദൈവത്തിൽ നിന്ന് തീ പുറപ്പെട്ട് ധൂപം കാട്ടിയ 250 പേരെ ദഹിപ്പിച്ചു. കണ്ടോ? ഉൽപ്പത്തി, അടുത്ത 4-ാമത്തേത് ഉൽപ്പത്തി പുസ്തകം 19:24. യഹോവ സോതോമിന്റെയും ഗൊമോരയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് നിന്ന് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു. ദൈവത്തിന്റെ തിരുസന്നിധിയിൽ നിന്ന് തന്നെ തീയും ഗന്ധകവും വർഷിപ്പിച്ച് സോതോമിനെ നശിപ്പിച്ചു. ന്യായവിധിയുടെ തീ. സ്തോത്രം. അഞ്ച് ലേവ്യ പുസ്തകം 10-ാം അധ്യായം 2-ാമത്തെ വാക്യം. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട്, എന്നാ ഒന്നും കൂടെ ചേർത്ത് വായിച്ചു. അനന്തരം അഹരോന്റെ പുത്രന്മാരായ നാദാബും അബിഹുവും ഓരോ ധൂപകലശമെടുത്ത് അതിൽ തീയിട്ട് അതിന്മേൽ ധൂപവർഗവും ഇട്ടു. അങ്ങനെ ഞങ്ങളോട് കൽപ്പിച്ചതല്ലാതെ തങ്ങളോട് കൽപ്പിച്ചതല്ലാത്ത അജ്ഞാക്തി യഹോവയുടെ സന്നിധിയിൽ കൊണ്ടുവന്നു. ഡ്യൂപ്ലിക്കേറ്റ് തീയും കൊണ്ടുവന്നു. ഉടനെ യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ട് അപ്പോൾ ഒറിജിനൽ തീ പുറപ്പെട്ടു, അവരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവരെ ദഹിപ്പിച്ചു. കണ്ടോ? ന്യായവിധിയുടെ തീ കണ്ടോ? പഴയ നിയമമാ, സ്ട്രിക്റ്റാ, സഡൻ ആക്ഷന്. എന്താ ഇവര് ചെയ്ത തെറ്റ്? ഈ ദൈവത്തിന്റെ തീ ഇറങ്ങണേ നമ്മൾ വെയിറ്റ് ചെയ്യണം. ദൈവത്തിന്റെ തീ ഇറങ്ങണേ നമ്മൾ വ്യവസ്ഥ പ്രകാരം ചെയ്യണം. ഇപ്പൊ തന്നെ ഏലിയാവിന്റെ അടുത്ത് വായിക്കാൻ പോവാ. ഏലിയാവ് പ്രാർത്ഥിച്ച് ആ യാഗത്തിന് തീ ഇറങ്ങിയില്ലേ? അതേസമയം ജാതികൾ രാവിലെ തൊട്ട് വൈകുന്നവരെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങിയില്ലല്ലോ. അപ്പം ദൈവത്തിന്റെ തീ ഇറങ്ങുന്നത് ദൈവത്തിന്റെ സമയത്തെ ഇറങ്ങത്തുള്ളൂ, ദൈവത്തിന്റെ വ്യവസ്ഥ പ്രകാരം ഇറങ്ങത്തുള്ളൂ. ഓക്കെ? അതിന് വിശുദ്ധ ജീവിതം നയിക്കണം, വ്യവസ്ഥ പ്രകാരം യാഗം കഴിക്കണം, ദൈവത്തെ കാത്തിരിക്കണം. ഇതെല്ലാം ഈ കുറെ ആയി കഴിയുമ്പോൾ ഇതൊക്കെ വലിയ പാടാ. എന്നാൽ ഒരു തീപ്പെട്ടിയായിട്ടങ്ങ് പോയാൽ കുഴപ്പമില്ലല്ലോ, ഇച്ചിരി മണ്ണെണ്ണയും കരുതിയാൽ മതിയല്ലോ. ഇപ്പൊ തന്നെ പാട്ട് പാടി നമ്മളെ, ഇന്നിപ്പോ ആ കാലം പോയല്ലോ, യാഗവും ഒക്കെ പോയല്ലോ. ഇപ്പൊ പാട്ടൊക്കെ പാടി ഒരു ഉണർവില്ല. അപ്പൊ അതിനെന്നാ പണി? കീബോർഡിന് ഇച്ചിരി ശബ്ദം കൂട്ടി കൊടുക്കുക. ഡ്രം ഉണ്ട്, അത് ഇച്ചിരി നല്ല മൂപ്പിക്കുക. എന്നിട്ടും പറ്റുന്നില്ലെങ്കിൽ സ്പെഷ്യലായിട്ടുള്ള വല്ല കോമിക്ക് കാണിക്കാൻ കഴിവുള്ള വർഷിപ്പ് ലീഡറെ കൊണ്ടുവരിക. ഒറ്റക്കാലം നിന്ന് പാടുന്നവരെയോ തുറന്ന് പറയാതെ പറ്റത്തില്ലല്ലോ. എന്തെല്ലാം കോമഡികളായി അടുത്ത് കഴിഞ്ഞ കാലത്ത് ഇറങ്ങിയത്. എന്നോട് ഒരിടത്ത് പറയാ, ഈ പുള്ളി നല്ല വർഷിപ്പ് ലീഡറാ, ഏത് കരിങ്കല്ലാണേലും പുള്ളി പാടി അനങ്ങുമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഈ പുള്ളി അനങ്ങും? മറ്റുള്ളവരെ ചാടിക്കും, ഇവൻ ചാടുകയില്ല. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചൂടെ ക്ലിയർ ആയിട്ട് പറയാം. ആരാധിപ്പിക്കുക എന്നൊരു പ്രോഗ്രാം ബൈബിളിലില്ല. ആരാധിക്കുക എന്നൊരു പരിപാടിയേ ഉള്ളൂ.
കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു വർഷിപ്പ് ലീഡർ എന്നുള്ള പദം തന്നെ ഉപയോഗിക്കണോ വേണ്ടോ എന്ന് ഒന്നുകൂടെ ആലോചിച്ചിട്ട് വേണം. അതവിടെ നിൽക്കട്ടെ. പാട്ടൊക്കെ പാടുകയും ആരാധന നയിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനും ഞാനും കൂടെ കഴിഞ്ഞ 15 ദിവസം ഒരുമിച്ചായിരുന്നു, യാത്രയിലായിരുന്നു. ചില സ്ഥലങ്ങൾ, രാജ്യങ്ങളിൽ ശുശ്രൂഷയ്ക്ക് പോയിരിക്കുകയായിരുന്നു. വളരെ പ്രായം കുറവാണ്. ഞാൻ അദ്ദേഹത്തോട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഞാൻ പറഞ്ഞു, ഒരു ദിവസം ഉണർവുണ്ടായില്ലെന്നോർത്ത് നിരാശപ്പെടണ്ട, അന്യാഗ്നി കത്തിക്കരുത്, ആവശ്യമില്ലാത്ത കോമഡിയൊന്നും കാണിക്കരുത്. ദൈവത്തിന്റെ തേജസ് ഇറങ്ങിയില്ലെങ്കിൽ നിനക്കിറക്കാൻ പറ്റൂല. നീ വിനയത്തോടെ ദൈവത്തെ ആരാധിച്ചാ മതി, ആരെ ആരാധിപ്പിക്കൊന്നും വേണ്ട. ഇത് ആളുകളെ എന്തെല്ലാം ഡയലോഗ്. കൈ കൊണ്ടുവന്നിട്ടുള്ളവരൊന്ന് കൈയൊന്ന് പൊക്കി കാണിച്ചേ, കാല് കൊണ്ടുവന്നിട്ടുള്ളവരൊന്ന് ചാടിക്കേ. എന്റെ പനെ നടുവേദന ഉള്ളവർക്ക് ചാടാൻ പറ്റുമോ? ഞങ്ങളുടെ സഭയിൽ നന്നായിട്ട് വചനം അറിയാവുന്ന ഭക്തനായൊരു സഹോദരനുണ്ട്. പുള്ളിക്ക് നടുവേട്ടലായിട്ടിരിക്കുക. അപ്പോൾ നമുക്കെല്ലാം ഈ മാജിക്കല്ലേ, പെട്ടെന്ന് കാര്യം നടക്കണം. നമ്മൾ വചനം പഠിപ്പിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ചില കേസ് പതുക്കെ സൗഖ്യമാവും, ചിലത് പെട്ടെന്ന് സൗഖ്യമാവും. അങ്ങനെ ഈ സഹോദരൻ ഹാപ്പിയാകട്ടോ, ഒരു കുഴപ്പമില്ല. പക്ഷെ വേറൊരു പുള്ളി വന്ന് വിളിച്ചുകൊണ്ട് പോയി, അയ്യോ ഇത് ഇത്രയും ദിവസമായിട്ട് ഈ നടുവീട്ടിൽ മാറിയില്ല, ഇനി വന്ന് ഞാനൊരു സ്ഥലത്ത് കൊണ്ടുപോകാം, അവിടെ ഒരു അഭിഷിക്തനുണ്ട്. കൊണ്ടുപോയി അവിടെ ചെന്നു. പുള്ളി ഒന്ന് പ്രാർത്ഥിച്ച് പറഞ്ഞു, ഒന്ന് ചാടിക്ക്, ഈ മനുഷ്യൻ അനങ്ങാമല്ല നീ. അപ്പോൾ പുള്ളി ഒന്ന് മടിച്ചു. തന്നോടല്ലേ പറഞ്ഞ ചാടാൻ. പുള്ളി ചാടി താഴെ വീണു. എൻ്റെ ദൈവമേ, പിന്നെ എത്ര മാസം എരിപ്പായിപ്പോയെന്നറിയാം. ഇങ്ങനെയൊക്കെയുള്ള കുരുത്തക്കേടുകൾ നമ്മുടെ ഇടയിൽ ഉള്ളത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളെല്ലാം വരുന്നത്. അതിന് തിരുവെഴുത്ത് പഠിക്കത്തില്ലല്ലോ ഇവരാരും. ഈ പറയുന്ന പിള്ളേരൊന്നും വേദപുസ്തകം പഠിക്കുന്നില്ലല്ലോ. ഏതാണ്ട് ഒരു അറ്റവും മുറിയുണ്ട്, അതുകൊണ്ട് വെറുതെ ഒച്ചയും വേളം ഉണ്ടാക്കുക. അന്യാഗ്നി. പുതിയ നിയമത്തിൽ അതിന്റെ അർത്ഥം വ്യാജ ഉണർവ്. സ്തോത്രം. ഇനിയും ഇതിൽ ചിലർ വ്യക്തിപരമായി ദൈവവുമായി ബന്ധമില്ലാത്തവരാണെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. അവരാ ഒരൊറ്റ പ്രോഗ്രാം കഴിയുന്ന വഴി അവർ മാറിപ്പോവും, അവർക്ക് വചനം കേൾക്കണ്ട. കണ്ടിട്ടുണ്ടോ? ഇവിടെ ഉണ്ടോ എന്ന് എനിക്കറിയാൻ മേല. പല പ്രോഗ്രാമിലെയും ഈ ടീമുണ്ടല്ലോ, പാട്ട് പാടുകയും ഒക്കെ ചെയ്യുന്ന നല്ല പിള്ളേരാണ്. പ്രസംഗം തുടങ്ങുമ്പോൾ അവർ സ്ഥലം വിടും. നമുക്കിതൊന്നും വേണ്ട, നമ്മൾ നിങ്ങളെ ചാടിക്കാൻ വന്നതല്ലേ, നമുക്കിതൊന്നും വേണ്ട. എൻ്റെ മോനൊരു ക്യാമ്പിന് പോയി. അപ്പോൾ അവിടെ ഇങ്ങനെ കുറച്ച് സ്പെഷ്യൽ ടീമുകൾ ഇവിടുന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പിള്ളേരല്ലേ, അവനും ചില കീബോർഡൊക്കെ വായിക്കുന്നുണ്ട്, അവരുടെ കൂടെയൊക്കെ ഇങ്ങനെ ചുറ്റിപ്പറ്റിയൊക്കെ നിന്നു. നല്ലതായിട്ട് പാടും, നന്നായിട്ട് ഗിറ്റാറൊക്കെ ശരിക്ക് പ്ലേ ചെയ്താൽ പിന്നെ ഏത് മനുഷ്യനും ചാടും കേട്ടോ. അതിന് അഭിഷേകമൊന്നും വേണ്ട, അതാ ഇൻസ്ട്രുമെൻറ്റിൻ്റെ കഴിവ്. അത് പ്ലേ ചെയ്യാൻ അറിയാവുന്നവരാണ്, പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ അവനും എൻ്റെ കൂടെയൊക്കെ നിന്നെല്ലാം കുറേ നേരം എല്ലാം കാണുകയും കേൾക്കുകയൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഉപദേശ വിഷയം പ്രസംഗിക്കേണ്ട ഒരു ടൈമുണ്ട്. ആ സമയം വന്നപ്പോൾ ഈ പിള്ളേർ പറയുക, ഇനി 1 മണിക്കൂർ വധമുണ്ട്, എങ്ങോട്ടാ പോകുന്നതെന്നാ ഓർക്കുന്നതെന്ന്. അപ്പം അവർക്ക് വചനം വേണ്ട. ഇങ്ങനെയുള്ളവരെ ഒഴിവാക്കണം. നിന്റെ സഹായമൊന്നും വേണ്ട ഞങ്ങൾക്ക് ആരാധിക്കാൻ, നിന്റെ സഹായം വേണ്ട ഞങ്ങൾക്ക് ഉണരാൻ. എന്റെ ധ്യാനത്തിങ്കൽ തീ കത്തി. അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. കഴിഞ്ഞ ആഴ്ച മുഴുവനും വചനം ധ്യാനിച്ചപ്പോൾ, നടക്കുന്ന വഴി മുഴുവനും യേശുവിന്റെ സ്നേഹത്തെ ധ്യാനിച്ചപ്പോൾ, ആലയത്തിൽ വന്നിരുന്നപ്പോൾ തന്നെ തീ കത്താൻ തുടങ്ങി. അതൊന്നും കത്തിക്കാൻ ആരും വരണ്ട. അന്യാഗ്നി കത്തിച്ചു. ദൈവത്തിന്റെ തീ പുറപ്പെട്ടവരെ ദഹിപ്പിച്ചു. അപ്പൊ ന്യായവിധിയുടെ തീ. 2 രാജാക്കന്മാർ 1:10.
ഏലിയാവ് 50 പേർക്ക് അധിപതിയായവനോട്, ഞാൻ ദൈവപുരുഷനെങ്കിൽ ആകാശത്തുനിന്ന് തീ ഇറങ്ങി നിന്നെയും നിന്റെ 50 ആളെയും ദഹിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു. ഉടനെ ആകാശത്തുനിന്ന് തീ ഇറങ്ങി അവനെയും അവന്റെ 50 ആളുകളെയും ദഹിപ്പിച്ചു കളഞ്ഞു. എന്തൊരു കാഴ്ചയായി കാണുന്നേ! ഒരു ദൈവദാസനെ കളിയാക്കിയതിന്റെ ഒറ്റ കാരണത്താൽ ഇടിവെട്ടുന്ന പോലെ ഒരു തീ മോളിൽ ഇങ്ങോട്ട് വന്നു. 50 പേരെ കഥ കഴിഞ്ഞു. ന്യായവിധിയുടെ തീ. സ്തോത്രം. ഏഴാമത്തേത് ആദ്യം നമ്മൾ വായിച്ചതാ, 2 തെസ്സലോനിക്കർ 1:6 മുതൽ 8 വരെ. ഇനി വായിക്കണ്ട. സുവിശേഷം അനുസരിക്കാത്തവർക്കുള്ള തീ. ഇങ്ങനെ 7 നോട്ട് ചെയ്ത 7 ഉള്ളൂ. ഇനിയുണ്ട്. ഒരു കാര്യത്തിന്റെ അറിവിന് വേണ്ടിയിട്ടാണ്. സ്തോത്രം. അപ്പൊ ഇന്നത്തെ ക്ലാസിന്റെ ഏറെക്കുറെ പകുതി സമയം കഴിഞ്ഞു. അടുത്തിനി നമ്മൾ ചിന്തിക്കാൻ പോണത് 3ാമത്തെ ഹെഡിങ് ആണ്, അനുഗ്രഹത്തിന്റെ തീ. അതിനു മുമ്പ് ഒരു പാട്ട് നമുക്ക് പാടാം. പണ്ടൊരു കാലത്തു മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയൊരു, പണ്ടൊരു കാലത്തു മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയൊരു, തീ കത്തിക്കായ എന്നിൽ തീ കത്തിക്കായ. പ്രാർത്ഥനയാ. അതിന്റെ വരികളെല്ലാം പ്രയറാ. മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണേ. എന്തിനാ? മനസ്സിന്റെ അശുദ്ധിയെ നീക്കാൻ. ആഗ്രഹമുണ്ടോ? മനസ്സിൽ അശുദ്ധി ഉണ്ടോ? മനസ്സിൽ അശുദ്ധി ഇല്ലാത്തവരൊക്കെ കൈവക്കിക്കുക. എല്ലാവർക്കും ഉണ്ട്. അത് നീക്കണേ. ഈ തീ വരണം. സ്തോത്രം. പണ്ടൊരു കാലത്ത് മോശ കണ്ട മുൾപടർപ്പിനുള്ളിൽ കത്തിയത് പോലെ മഹത്വത്തിൻ തീ എന്നിൽ കത്തിക്കണം. കർത്താവേ, ആ തീ എന്നിൽ അയക്കണേ, എന്നെ കത്തിക്കണേ. സ്തോത്രം എന്ന് പാടുക. അത് പ്രാർത്ഥനയാണ്. അത് പ്രാർത്ഥനയാണ്. ആ തീയാണ് യെശയ്യാവിന്റെ നാവിനെ തൊട്ടത്. പൊള്ളിയോ? ഇല്ല. അശുദ്ധി നീങ്ങി. ഇന്ന് ചില അശുദ്ധികൾ കത്തിപ്പോകട്ടെ. സ്തോത്രം. വേറൊരു പാട്ടുണ്ടത്, പക്ഷെ എല്ലാവർക്കും അറിയില്ല. അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ. ആത്മാർത്ഥമായിട്ടൊന്ന് പാടിക്കുക. ആത്മാർത്ഥമായിട്ട്. ഓ കർത്താവേ, അഗ്നി എന്നിൽ കത്തട്ടെ, അശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. എന്നശുദ്ധിയെല്ലാം ചാരമാകട്ടെ, ഞാൻ തിളങ്ങുന്ന മുത്താകട്ടെ. അങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ച് 1-2 മിനിറ്റ്. ഇതിങ്ങനെ ക്ലാസ് പഠിച്ച് പോകാതെ, നീ ഇന്ന് ആദ്യമായിട്ട് വന്നയാളാണെങ്കിലോ സ്നാനപ്പെടാത്തയാളാണെങ്കിലോ വചനം പഠിക്കാനായിട്ട് വന്നതാണെങ്കിലോ ഒന്നും കുഴപ്പമില്ല. ഇത് ഈ തീയ കുഴപ്പമുള്ള തീയല്ല. ഇത് ആളെ മനസ്സിലാക്കുന്ന തീയ. ഇത് വിവേചിക്കുന്ന തീയ. ഇത് ശുദ്ധീകരിക്കുന്ന തീയ. ഇത് ശക്തീകരിക്കുന്ന തീയ. ഇത് നിന്നെ ജ്വലിപ്പിക്കുന്ന തീയ. ഇത് വഴി കാണിക്കുന്ന തീയ. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവേ, ആ തീ എന്റെ മേലിറങ്ങണമേ. ആ തീ എന്റെ മേലിറങ്ങണമേ. കഠിനമായ ചൂടാണ് കുവൈറ്റിൽ. എന്നാൽ ഈ തീ നിന്റെ മേൽ വന്നാൽ ഇത് നിന്നെ പൊള്ളിക്കയില്ല. ഇത് ഈ പ്രതികൂല സാഹചര്യത്തിലും കൃപയോടെ നിൽക്കാൻ, വിശുദ്ധിയോടെ നിൽക്കാൻ,
നിന്നെ ശക്തമാക്കുന്ന തീയാണിത്. എല്ലാവരും പ്രാർത്ഥിച്ചേ, എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേ. ക്ലാസ് പഠിച്ച് ക്ഷീണിക്കാനല്ല, റീചാർജ് ആകാനാണ്. വാ തുറന്ന് പ്രാർത്ഥിച്ചേ. കരങ്ങൾ അടിക്കണമെങ്കിൽ അടിക്കാം. അല്പനേരം പ്രാർത്ഥിച്ചേ. ഈ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ ആത്മാവിന്റെ ശക്തിയേറിയ പ്രവാഹം ഉണ്ടാകട്ടെ. വിശ്വാസത്തോടെ, ഉത്സാഹത്തോടെ കരങ്ങളടിച്ച് വായ തുറന്ന് സ്തോത്രം പറ. നിന്റെ നാവിൽ ദൈവം തരുന്ന പുതുഭാഷകളെ വിശ്വാസത്തോടെ പറ. അറപ്പ് മാറട്ടെ, ലജ്ജ മാറട്ടെ, നാണം മാറട്ടെ. ആത്മശക്തി ഇന്ന് ഈ ആലയത്തിൽ വെളിപ്പെടുന്നു. കർത്താവേ, ഈ കുഞ്ഞുങ്ങളുടെ മേൽ ആത്മശക്തി അയക്കണമേ. ഈ ചെറുപ്പക്കാരുടെ മേൽ ആത്മശക്തി അയക്കണമേ. സഹോദരിമാരുടെ മേൽ പരിശുദ്ധാത്മശക്തി അയക്കണമേ. ഹല്ലേലൂയ. ദൈവം എന്നെ തൊട്ടു, ദൈവത്തിന്റെ തേജസ് ഞാൻ കണ്ടു, ദൈവത്തിന്റെ തീ ഞാൻ രുചിച്ചു എന്ന് പറയുന്ന അനുഭവം ഈ കൂട്ടായ്മയിൽ കർത്താവേ നൽകണമേ. ഹല്ലേലൂയ. 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 ആമേൻ. പുറപ്പാട് പുസ്തകം 19-ാം അധ്യായം എടുക്കാം. 18-ാമത്തെ വാക്യം വായിക്കാം. യഹോവ തീയിൽ സീനായി പർവ്വതത്തിൽ ഇറങ്ങിയാൽ അത് മുഴുവനും പുക കൊണ്ട് മൂടി. കണ്ടോ? ദൈവം അവിടെ ഇറങ്ങിയപ്പോൾ അവിടെ മുഴുവൻ പുക കൊണ്ട് മൂടി. ഇത് ന്യായം വിധിക്കാൻ വന്നതല്ല, പ്രമാണം തരാൻ വന്നതാ. 24-ാം അധ്യായത്തിലോട്ട് വന്നിട്ട് 17-ാമത്തെ വാക്യം വായിച്ച്. യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെ ഇസ്രായേൽ മക്കൾക്ക് തോന്നി. ക്ലിയറായോ? തേജസ്സാണ് വെളിപ്പെട്ടത്, പക്ഷെ തീ പോലെ തോന്നി, ഫീൽ ചെയ്തു. ദൈവം നമ്മുടെ പരിധിയിൽ ഒതുങ്ങുന്നയാളല്ല. ബൈബിൾ വളരെ ശക്തമായി പറയുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തിന് എങ്ങനെയും വെളിപ്പെടാം, ദൈവത്തിന് എങ്ങനെയും വെളിപ്പെടാം. കൂരിരുട്ടായിട്ട് വെളിപ്പെടാം, തീയായിട്ട് വെളിപ്പെടാം, കാറ്റിൽ വെളിപ്പെടാം. ദൈവത്തിന് പരമാധികാരമാണ്. ദൈവത്തിന്റെ ഷേപ്പൊന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ.
നിങ്ങൾ രൂപം ഒന്നും കണ്ടില്ലല്ലോ. ആ ദൈവം തീയിലാണ് ഇപ്പൊ ഇവിടെ പർവ്വതത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. അവിടെ മുഴുവൻ വലിയ പുകയാ. ആളുകൾ വലിയ കത്തുന്ന തീയാണെന്ന് വിചാരിച്ചു. പക്ഷെ പ്രമാണം കൊടുക്കുന്ന സമയമാണ്. അതിന്റെ ഓർമ്മയാ പെന്തക്കോസ്ത് പെരുന്നാള്. പെസഹയാണ് ക്രൂശിന്റെ ഓർമ്മ. ക്രൂശിനെ പെസഹയോട് ഉപമിച്ചിരിക്കുന്നു. എന്നാൽ ഇവിടെ തീയിൽ പ്രമാണം നൽകുന്ന ആ സംഭവത്തിന്റെ ഓർമ്മയാ പെന്തക്കോസ്ത് പെരുന്നാൾ. ആ പെന്തക്കോസ്ത് പെരുന്നാളിലാണ് തീ ഇറങ്ങിയത്. പെന്തക്കോസ്തിന്റെ പ്രമാണം വെളിപ്പെട്ടത് അവിടെയാ. ആ സംഭവത്തിന് ശേഷമാണ് അടിസ്ഥാന ഉപദേശം പത്രോസ് പ്രസംഗിച്ചത്. മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് വേർപെട്ട് കർത്തൃമേശ അനുഷ്ഠിച്ച് ദൈവരാജ്യത്തിപ്പാൻ ഒരുങ്ങാനുള്ള ഡോക്ട്രിൻ വെളിപ്പെട്ടത് ആ തീയില. താങ്ക് യു ജീസസ്. സ്തുതിക്കുന്നു. പ്രമാണം കൊടുക്കുന്ന സമയം ദൈവത്തിന്റെ തീ അവർ കണ്ടു. ഹല്ലേലൂയ. അഗ്നിമയമായ ഒരു പ്രമാണം അവന്റെ കയ്യിലുണ്ടായിരുന്നു. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ആ ദൈവത്തിന്റെ തീ ഒരു മനുഷ്യനിൽ ടച്ച് ചെയ്താൽ പ്രമാണം പിന്നെ അകത്തെഴുതുക. ഓരോ കാര്യം ചെയ്യാൻ നേരത്ത് അത് തെറ്റാണോ ഇത് ശരിയാണോ എന്ന് ചോദിക്കേണ്ട അവസ്ഥ യഥാർത്ഥ വിശ്വാസിക്ക് വരികയില്ല. കാരണം തീ കൊണ്ട് അവന്റെ അകത്ത് ആ പ്രമാണം സീൽ ചെയ്തു. പ്രമാണം ഉള്ളിലാക്കുമെന്ന് മറ്റൊരിടത്ത് എഴുതിയിരിക്കുന്നു. ഓക്കെ. നമ്പർ 2, പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 1 മുതൽ വായിക്കാം. മോശ മിദ്യാനിലെ പുരോഹിതനും തന്റെ അമ്മായിപ്പനുമായി യിത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നു. അവൻ ആടുകളെ മരുഭൂമിക്കപ്പുറത്ത് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിൽ കൊണ്ടുവന്നു. അവിടെ യഹോവയുടെ ദൂതൻ ഒരു മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അഗ്നിജ്വാലയിൽ അവന് പ്രത്യക്ഷനായി. അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി. ദൈവമേ, നിനക്ക് അഗ്നിജ്വാലയിലെ പ്രത്യക്ഷപ്പെടാവുള്ളോ? ഞങ്ങൾക്ക് ഈ അഗ്നി എന്ന് കേൾക്കുന്ന വിഷമാ. വേറെ എന്തിലേലും പ്രത്യക്ഷപ്പെടാൻ മേലേ. ദൈവത്തെ ഭയപ്പെടുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ ബഹുമാനിക്കുക. മോശയുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു അത്ഭുത ജനനമായിരുന്നു അവൻ്റേത്. ഒരത്ഭുത ശൈശവമായിരുന്നു അവൻ്റേത്. ഒരു ദുരന്തകരമായ യൗവനമായിരുന്നു അവൻ്റേത്. ട്രാജഡിയായിരുന്നു. ഒരുപാട് പ്രവചനങ്ങൾ അവന്റെ മേൽ കിടപ്പുണ്ട്. ഒരുപാട് ദൂതുകൾ അവൻ കേട്ടിട്ടുണ്ട്. അവന്റെ അമ്മ അവനോട് പറഞ്ഞു, നിന്നെ ദൈവം ഒരു വലിയ പദ്ധതിക്കായി കണ്ടിരിക്കുകയാണെന്ന്. എല്ലാം ശരിയാ, പക്ഷെ ഒന്നും നടക്കുന്നില്ല. ജീവിതമാകെ ബ്ലോക്കായി കിടക്കുക. വർഷം എത്രയായി എല്ലാവർക്കും അറിയാവോ? ഏറെക്കുറെ ജീവിതം തീരാറായി. മിസ്രയന്മാരുടെ സകലവിധ ജ്ഞാനവും അവൻ പഠിച്ചെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നാ? അവൻ അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ബിരുദധാരിയാണെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റും. രാജകൊട്ടാരത്തിന്റെ ചെലവിൽ എഡ്യൂക്കേഷൻ കിട്ടിയ പയ്യൻ. മിസ്രയീമ്യരുടെ സകലവിധ ജ്ഞാനവും വിദ്യ അഭ്യസിച്ചു. എന്നാ പഠിത്തം? അങ്ങനെയൊക്കെ ഒരു ഭാഗ്യം കിട്ടിയാൽ നല്ലതല്ലേ? എന്നിട്ടിപ്പോ എന്നാ പണി? ആടെ തീറ്റാൻ ഇത്ര വിദ്യാഭ്യാസം വേണോ? ഇപ്പൊ വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ടൊന്നും അല്ല നീ ഇപ്പൊ ഈ ജോലി ചെയ്യുന്നത്. ദൂത് കേട്ടോണം. വിദ്യാഭ്യാസത്തിന്റെ കൂടുതൽ കൊണ്ടല്ല നീ ഇപ്പൊ ഈ ശമ്പളം മേടിക്കുന്നത്. ദൈവത്തിന്റെ ഒരു കരുണയാൽ നീ ഒരു വെട്ടിലങ്ങ് വീണതാ. നിന്നേക്കാൾ പഠിത്തമുള്ളവർക്ക്
ചെയ്യാൻ പറ്റാത്ത ജോലിയാ നിന്നെ കൊണ്ട് തമ്പുരാൻ ചെയ്യിപ്പിച്ചോണ്ടിരിക്കുന്നത്. നിന്നേക്കാൾ മിടുക്കന്മാർക്ക് കിട്ടാത്ത പോസ്റ്റ് നിനക്ക് ദൈവം തന്നത്. അതൊന്നും കഴിവല്ല, കൃപയാ. മോശ ഭയങ്കര പഠിത്തമുള്ളവനാ, പക്ഷെ ആടിനെ തീറ്റുക. ഇങ്ങനെ എത്ര പേര് തീറ്റി നടപ്പണമെന്നറിയോ? പഠിത്തം ഒരുപാടുണ്ട്, പക്ഷെ ഒന്നും ഒരിടത്തൊന്ന് കയറി ക്ലിക്കാവുന്നില്ല. സ്വത്രം ദൂത് പിന്നെയും കേൾക്കുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. സ്വത്രം ഇങ്ങനെ എത്ര കാലം മുമ്പോട്ട് പോകണം? അങ്ങനെയുള്ളൊരു ചെറുപ്പക്കാരൻ ആടിനെ തീറ്റി നടക്കുമ്പോൾ ഒരു തീ കണ്ടു. ഈ കാട്ടിലൂടെ നടക്കുമ്പം തീ സർവ്വസാധാരണമാണ്. തീ കാണും സാധാരണ മാറിപ്പോകത്തേ ഉള്ളൂ. പക്ഷെ ഈ തീ കണ്ടപ്പോൾ പുള്ളി അടുത്തോട്ട് ചെയ്യുന്നു. കാരണം എന്നാന്ന് അവിടെ പറയുന്നുണ്ട്. അവൻ നോക്കിയാറെ മുൾപടർപ്പ് തീ പിടിച്ചു, കത്തുന്നതും മുൾപടർപ്പ് വെന്തുപോകാതിരിക്കുന്നതും കണ്ടു. കത്തുന്നതും വെന്തുപോകാതിരിക്കുന്നതും. അപ്പൊ ഇതൊരു വേറെ തീയല്ലേ? ഇതൊരു വ്യത്യസ്തമായ തീയല്ലേ? അവനടുത്തിരുന്നു. ആമേൻ. അവനടുത്തിരുന്നു. സ്തോത്രം. അടുത്ത വാക്യം. നോക്കേണ്ടതവൻ വരുന്നത് യഹോവ കണ്ടപ്പോൾ ദൈവം മുൾപടർപ്പിന്റെ നടുവിൽ നിന്ന് അവനെ മോശെ മോശെ എന്ന് വിളിച്ചു. ഈ തീയ് സംസാരിക്കുന്ന തീയ. ദൈവത്തെ കാണാൻ മേല തീയെ കാണത്തുള്ളൂ. തീ ഇവനെ എന്ത് ചെയ്യ? സംസാരിക്കുന്ന തീയാണ്. പിന്നെ വിവേചിക്കുന്ന തീയാണ്. പേര് കയറി വിളിച്ചു കളഞ്ഞു. സ്തോത്രം. തീർന്നില്ല. അതിനു അവൻ നിയമിക്കുന്ന തീയാണ്. ഇത് വെന്തുപോകാത്ത തീയാണ്, സംസാരിക്കുന്ന തീയാണ്, വിവേചിക്കുന്ന തീയാണ്, നിയമിക്കുന്ന തീയാണ്. സ്തോത്രം. ആമേൻ. കുറെ കാലം കഴിഞ്ഞ് മോശയോട് ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയാവോ? വലിയ വലിയ ആൾക്കാരെ വിളിച്ചിരുത്തി ഇന്റർവ്യൂ ചെയ്യുന്നില്ലേ? എപ്പോഴാ സാറേ നിങ്ങളുടെ ബിസിനസ്സിനൊരു ട്വിസ്റ്റ് കിട്ടിയത്? എവിടെ വെച്ചാ? മോശേ, നീ ഇന്ന് വലിയ ആളല്ലേ? അതെ. 25 ലക്ഷം വിശ്വാസികളെ 40 വർഷം ട്രാൻസ്ഫർ ഇല്ലാതിരുന്ന പാസ്റ്റർ. 3 കൊല്ലം തന്നെ ഇരിക്കുന്ന എന്നെ പാടാ. എന്നെ ഒക്കെ സ്നേഹം കാണില്ല. അപ്പോഴത്തേനും 2-3 പേരുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ഇഷ്ടക്കുറവൊക്കെ ഉണ്ടാവും. അപ്പൊ പിന്നെ എന്നെ പഠിപ്പിച്ച ദൈവദാസൻ പറഞ്ഞത്, മാ എന്ന് വിശ്വാസികൾ പറയുമ്പോൾ റീ എന്ന് നീ പറഞ്ഞേക്കാവേ, വിഷയം തീർന്നു. പിടികിട്ടിയില്ല. മാറണം എന്ന് കേന്ദ്രത്തിൽ പോയി പറയുന്നതിന് മുമ്പ് മാ എന്ന് അവര് പറയുമ്പോൾ റീ എന്ന് നീയൊക്കെ പറഞ്ഞ വിഷയം തീർന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്രയും കാലം പിടിച്ച് നിന്നത്. സ്തോത്രം. ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ല. ചിലര് പിന്നെ അവിടെ കിടന്ന് അഭ്യാസം എടുക്കും. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ലേ. ഇപ്പൊ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ക്ലാസ് എടുക്കുമ്പോൾ എന്തിനും ആവശ്യമില്ലാത്ത കാര്യമൊക്കെ പറയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. $25 ലക്ഷം വിശ്വാസികളുള്ള ഒരു ചർച്ച് 40 വർഷം ട്രാൻസ്ഫർ ഇല്ലാതിരുന്നു. കോരഹിനെ പോലെയുള്ള വിദഗ്ധന്മാരായ പ്രതിപക്ഷ നേതാക്കൾ സഭയ്ക്കകത്ത്, പുറത്തല്ല, അകത്ത്. അവര് പ്രസംഗം ശ്രദ്ധിച്ച് കേൾക്കും. എന്തിനാ? അല്ലേലിയ പറയാനല്ല, ഗ്രാമർ മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് നോക്കാൻ. എങ്ങനെ ഇയാളെ കൊടുക്കാമെന്ന് ചിന്തിച്ച് പ്രാർത്ഥിച്ചൊരുങ്ങി ആരാധനയ്ക്ക് വരുന്ന ഒരു ടീമുണ്ടായിരുന്നു. പ്രാർത്ഥിച്ചെന്ന് ഞാൻ പറഞ്ഞത് ഒരുങ്ങുന്ന കാര്യമായി പറഞ്ഞു. തലേ ദിവസം അവർ ഫോൺ വിളിക്കും, ശ്രദ്ധിച്ചോണം, എവിടെയെങ്കിലും ഒരു പോയിന്റ് കിട്ടിയാൽ പിടിച്ചോണം, ഈ പ്രാവശ്യം ഒതുക്കിയില്ല, പറ്റുകയില്ല. ഇങ്ങനെ പ്ലാൻ ചെയ്ത് വരുന്ന ആളുകളുടെ നടുവിൽ എന്താ മോശം നിങ്ങളുടെ ഈ ട്വിസ്റ്റ് എവിടെ വെച്ചായിരുന്നു? നിങ്ങളെ ആള് മാറ്റിയ ടൈം സംഭവം എന്ന് പറയാവോ? അവൻ പറയും, മുൾപടർപ്പിലെ തീ.
എന്റെ ലൈഫിനെ മാറ്റി മറിച്ചത് യൂണിവേഴ്സിറ്റി അല്ല, ഈജിപ്തിലെ സർവകലാശാലയിലെ പഠിത്തമല്ല. എന്റെ ലൈഫിനെ മാറ്റിമറിച്ചത് രാജകൊട്ടാരത്തിലെ ഭക്ഷണമല്ല. എന്റെ ലൈഫിനെ മാറ്റിമറിച്ചത് ഫറവോനുമായിട്ടുള്ള ബന്ധമല്ല. എന്റെ ലൈഫിനെ മാറ്റിമറിച്ചത് മുൾപ്പടർപ്പിലെ തീയുടെ ദർശനമാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ക്ലാസ്സിന് നിന്നെ ദൈവം കൊണ്ടുവന്നത് നിന്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരിക്കും ഇന്ന് രാത്രി. ഏതു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റിമറിക്കാൻ ദൈവം തമ്പുരാൻ നോക്കി നിൽക്കുക. പിശാച് നിന്നെ വട്ടം കറക്കി ചുറ്റിക്കറക്കി ജീവിതത്തെ പ്രയോജനമില്ലാതെ വേസ്റ്റാക്കി ഇട്ടിരിക്കുന്ന മണ്ഡലങ്ങളിൽ നിന്ന് നിന്നെ ഒന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവം കാത്തിരുന്ന ക്രമീകരിച്ച ദിവസമാകാൻ ഇടയുണ്ട് ഈ ആഴ്ച. മോശയുടെ ജീവിതമാകെ ബ്ലോക്കായി കിടക്കുകയായിരുന്നു. മോശയോട് പരിശുദ്ധാത്മാവ് തീയിലൂടെ സംസാരിക്കുകയാണ്. ഇനി വായിച്ചോ. അവൻ ഇതാ ഞാൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ ഇങ്ങോട്ട് അടുക്കരുത്, നീ നിൽക്കുന്ന സ്ഥലം വിശുദ്ധ ഭൂമിയാകിയാൽ കാലിൽ നിന്ന് ചെരുപ്പഴിച്ചു കളയുക എന്ന് കൽപ്പിച്ചു. ആമേൻ. തീർന്നില്ല, അത് ശുദ്ധീകരണത്തിന് തീയും കൂടിയായിരുന്നു. പഠിക്കുന്നവർക്ക് ഇതൊക്കെ വലിയ പാഠങ്ങളാ. സ്തോത്രം. അത് വെന്തുപോകാത്ത തീയായിരുന്നു, അത് സംസാരിക്കുന്ന തീയായിരുന്നു, അത് വിവേചിക്കുന്ന തീയായിരുന്നു, അത് ശുദ്ധീകരിക്കുന്ന തീയായിരുന്നു. ഏറ്റവും ഒടുവിൽ അത് നിയമിക്കുന്ന തീയാണ്. വായിച്ചോ. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവമാകുന്നുവെന്ന് അവൻ അരുളി ചെയ്തു. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ട് മുഖം മൂടി. യഹോവ അരുളി ചെയ്തത്, മിസ്രൈമിലുള്ള എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. ഊഴിയ വിചാരന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളിയും കേട്ടു. ഞാൻ അവരുടെ സങ്കടങ്ങൾ അറിയുന്നു. അവരെ മിസ്രൈമിയുടെ കയ്യിൽ നിന്ന് വിടുവിപ്പാനും ആ ദേശത്ത് നിന്നാൽ നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക്, കനാന്യർ, ഹിത്യർ, അമോര്യർ, പെരിസ്ത്യർ, ഹിവ്യർ, എബൂസ്യർ എന്നിവരുടെ സ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോകുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കലെത്തിയിരിക്കുന്നു. മിസ്രൈമിൽ അവരെ ഞെരുക്കുന്ന ഞെരുക്കവും ഞാൻ കണ്ടിരിക്കുന്നു. ആകയാൽ വരിക, നീ എന്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. ഞാൻ നിന്നെ നിയമിക്കാൻ പോവാ. എവിടെ അയക്കാൻ പോണേ? ഫറവോൻ നോട്ടീസ് ഇട്ടിരിക്കുക. പിടികിട്ടാ പുള്ളിയാണ് കണ്ടുകിട്ടുന്നവർ അടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഇവന്റെ ഫോട്ടോ അടക്കം പരസ്യം ചെയ്തിരിക്കുക. കാരണം ക്രിമിനലാ, അറിയാൻ മേലെ കഥകള് അല്ലേ? കൊല ചെയ്തിട്ട് ഓടിയ പാർട്ടിയാ. ആ പുള്ളിയോട് പറയാ, നിന്നെ അങ്ങോട്ട് നിയമിക്കാൻ പോവുക. ദൈവം നിന്നെ നിയമിച്ചാൽ, നിന്നെ തടയാൻ ആർക്കും കഴിയില്ല. ദൈവത്തിന്റെ നിയമനത്തിന് മുകളിലൊരു നിയമനം ഉലകത്തിലില്ല. സ്വത്രം ദൂത് ഏറ്റെടുത്തോണേ. ഇതിനിടയ്ക്ക് പഠനം മാത്രമല്ല, ദൂത് ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ നിയമനമായിരുന്നു തീക്കകത്തൂടെ സംഭവിച്ചത്. നിങ്ങൾ പറ, അത് കേൾക്കുമ്പോ അവന്റെ ഉള്ളു പേടിച്ചിട്ട്. അവൻ ഏറ്റവും ഭയപ്പെട്ടത് ഏത് ഏറിയയാണോ അവിടേക്ക് ആ നിയമനം. അവൻ കാണരുതെന്ന് ജീവിതത്തിൽ ഒരാളെ കുറിച്ചേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, അയാളുടെ മുമ്പിലോട്ടാ വിടാൻ പോണത്. ദൈവത്തിന്റെ തീയുടെ സ്പർശനം നിന്റെ മേൽ വന്നാൽ നിന്റെ ഭയം ദൈവം അനുഗ്രഹമാക്കി മാറ്റും. നീ നോ എന്ന് പറഞ്ഞതിനെ യേസ് ആക്കി മാറ്റും ദൈവം. ഇംപോസിബിൾ എന്ന് പറഞ്ഞതിനെ പോസിബിൾ ആക്കി മാറ്റും ദൈവം. ദൈവത്തിന്റെ തീ ഒരു മനുഷ്യനിൽ വരുത്തുന്ന മാറ്റം എത്ര ഭയങ്കരം! ഓ, ഇനി ഒരിക്കലും ഈജിപ്തിലേക്ക് തിരിച്ചു പോകുകയില്ലെന്ന് പറഞ്ഞ ആളോട് പറയുക, നിന്നെ ഞാൻ അങ്ങോട്ട് അയക്കാൻ പോവാ. ദൈവമാണ് അയക്കുന്നതെങ്കിൽ പ്രതികൂലം അനുകൂലമായി മാറും. സ്തോത്രം.
ഇവിടെ ഒരുപാട് ലെസൺ ദൈവം എന്നെ പഠിപ്പിച്ചു. മോശയോട് ദൈവം പറയുന്ന മറ്റൊരു ദൂതുണ്ട്. നിനക്ക് ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, മറുപടി കിട്ടാതെ കിടക്കുക. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ പോലെ മോശയുടെ ഒരു ലോങ് ലൈഫ് പ്രയർ കിടക്കുക. മറുപടി കിട്ടിയിട്ടില്ല, ഒറ്റ പ്രയറിന് മറുപടി കിട്ടിയിട്ടില്ല. ആടിനെ തീറ്റാവും. ദൈവത്തിന് ഇപ്പൊ ഒരു കാര്യം എന്നോട് പറയാനുണ്ട്. അതൊക്കെ അവിടെ കിടക്കട്ടെ. ഞാൻ വേറൊരു കൂട്ടരുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുക്കാൻ പോവാ. ആരുടെയാ? മിസ്രൈമിലുള്ള എൻ്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു, അവരുടെ നിലവിളി ഞാൻ കേട്ടു. ഇനിയുള്ളതാ ദൂത്. അവരുടെ മറുപടിയായിട്ട് നിന്നെ ഞാൻ മാറ്റാൻ പോവാ. എത്ര പേർക്ക് മനസ്സിലായി? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുക എന്നുള്ളതിനേക്കാൾ വലിയ കാര്യമാ പ്രാർത്ഥനയുടെ മറുപടിയായി മാറുക എന്ന് പറയുന്നത്. അത് ഇച്ചിരി കട്ടിയുള്ള കാര്യമാണ്. ഗ്രഹിക്കാൻ കർത്താവ് കൃപ തരട്ടെ. ഇച്ചിരി ലളിതമായിട്ട് പറയാം. അബ്രഹാമിനോട് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അത് ബേസിക് ലെവലാ. വിശ്വാസി വരുന്നതിന് മുമ്പ് തന്നെ ദൈവം അനുഗ്രഹിച്ചല്ലോ, അല്ലെ? എന്തെല്ലാം അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്. എന്നാൽ അടുത്ത ലെവലുണ്ട്, നിന്നെ ഞാനൊരു അനുഗ്രഹമാക്കി മാറ്റും. അതെല്ലാവർക്കും ഇല്ല. വഴിയിലിരിക്കുന്ന കണ്ണ് കാണാത്ത കുരുടനും അനുഗ്രഹം കൊടുക്കും, പക്ഷെ നിന്നെ അനുഗ്രഹമാക്കി മാറ്റുക എന്ന് പറഞ്ഞ എല്ലാവർക്കും ഇല്ല. അതനുസരിക്കുന്നവർക്കേ ഉള്ളൂ, അത് വിളിക്കപ്പെട്ടവർക്കേ ഉള്ളൂ, സമർപ്പിക്കപ്പെട്ടവർക്കേ ഉള്ളൂ. ഇന്ന് രാത്രി ചിലരോട് ദൈവാത്മാവ് ചോദിക്കുന്നു, നിനക്കൊരു അനുഗ്രഹമായി മാറാമോ ഈ തലമുറയിൽ? നിനക്കൊരു അനുഗ്രഹമായി മാറാമോ ഈ തലമുറയിൽ? നീ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് നീ ഒരു അനുഗ്രഹമായി മാറുക. നിന്റെ കുടുംബത്തിന് നീ ഒരു അനുഗ്രഹമായി മാറുക. നിന്റെ രാജ്യത്തിന് നീ ഒരു അനുഗ്രഹമായി മാറുക. നിന്റെ സഭയ്ക്ക് നീ ഒരു അനുഗ്രഹമായി മാറുക. മോശേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നതിന് മുമ്പ് ഞാൻ നിന്നെ അനേകരുടെ പ്രാർത്ഥനയുടെ മറുപടിയാക്കി മാറ്റാൻ പോവുകയാണ്. അത് സംഭവിക്കുമ്പോൾ മറ്റേത് സംഭവിച്ചോളൂ. നീ ഒരു മറുപടിയായി മാറുമ്പോൾ നിന്റെ മറുപടി അതിനകത്തുണ്ടാവും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വളരെ ശാന്തമായി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്നെ ഒരു മറുപടിയാക്കി മാറ്റണമേ. കർത്താവേ, എന്നെ ഒരു മറുപടിയാക്കി മാറ്റണമേ. കർത്താവ് നിങ്ങളോട് സംസാരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഞാൻ തരാതിരുന്നത് നിന്നെ ഒരു മറുപടിയാക്കി മാറ്റാൻ വേണ്ടിയായിരുന്നു. സ്തോത്രം, 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 സ്തോത്രം. കർത്താവ് ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നു. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഞാൻ മറുപടി തരാൻ വൈകിയത് നിന്നെ ഒരു മറുപടിയാക്കി മാറ്റാനായിരുന്നു. ആമേൻ. അത് കർത്താവിന്റെ സന്നിധിയിൽ സ്വീകരിച്ച് ഏറ്റെടുത്തു. ആമേൻ. മൂന്നാമത്തേത് അനുഗ്രഹത്തിന്റെ തീ, നമ്പർ 3. 1 രാജാക്കന്മാർ 18-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിങ്ങൾ നിങ്ങളുടെ ദേവന്റെ നാമത്തെ വിളിച്ചപേക്ഷിപ്പീൻ, ഞാൻ യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കാം. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം തന്നെ ദൈവം എന്നിരിക്കട്ടെ. തീ കൊണ്ട് ഉത്തരമരുളുന്ന ദൈവം. മുപ്പത്തിയേഴും 38 കൂടെ നോക്കി. യഹോവേ, എനിക്ക് ഉത്തരമരുളണമേ, നീ ദൈവം തന്നെ. യഹോവേ, നീ ഞങ്ങളുടെ ഹൃദയം വീണ്ടും തിരിച്ച് എന്ന് ഈ ജനം അറിയേണ്ടതിന് എനിക്ക് ഉത്തരമരുളണമേ എന്ന് പറഞ്ഞു. ഉടനെ യഹോവയുടെ തീ ഇറങ്ങി ഹോമയാഗവും വിറകും മണ്ണും ദഹിപ്പിച്ച് തോട്ടിലെ വെള്ളവും വറ്റിച്ചു കളഞ്ഞു. ഈ തീയുടെ പേര് ഉത്തരം നൽകുന്ന തീ, പ്രമാണം നൽകുന്ന തീ, നിയമനം നൽകുന്ന തീ, ഉത്തരം നൽകുന്ന തീ. ആ തീ ഒരു ഉണർവിന്റെ തീയായിരുന്നു. ഇസ്രായേലിന്റെ ദീർഘവർഷത്തെ പിന്മാറ്റത്തെ
ചികിത്സിക്കുന്ന തീയായിരുന്നു. തീർന്നില്ല, അവിടെ അടക്കി വാണിരുന്ന മന്ത്രവാദ ശക്തികളുടെ അടിവേരറക്കുന്ന തീയായിരുന്നു. 850 കള്ളപ്രവാചകന്മാരെ അന്ന് ന്യായം വിധിച്ചു. ദൈവത്തിന്റെ തീ. അവിടെ ഒരു പവർ ഉണ്ടായിരുന്നു, അവിടെ ഒരു വാഴ്ച ഉണ്ടായിരുന്നു, അവിടെ കുറെ വ്യാജ ദൈവങ്ങളുണ്ടായിരുന്നു, അവിടെ കുറെ മന്ത്രവാദികളുണ്ടായിരുന്നു. ഇസബേലിന്റെ നേതൃത്വത്തിൽ, ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ആഭിചാരം നടക്കുന്ന രാജ്യം. പ്രാർത്ഥിക്കുന്നവൻ മുട്ടുകുത്തിയപ്പോൾ ദൈവത്തിന്റെ തീ ഇറങ്ങി. അവിടുത്തെ മന്ത്രവാദത്തിന്റെ ആ പീസ് പൂട്ടിപ്പോയി. ഇത് തന്നെയാ ബാബിലോണിൽ സംഭവിച്ചത്. ഓർമ്മയുണ്ടോ? ദാനിയേൽ പ്രാർത്ഥനയ്ക്ക് മുട്ടുകുത്തിയപ്പോൾ അടി കിട്ടിയത് ആർക്കാന്നറിയോ? മന്ത്രവാദികൾക്കാ. അവരുടെ മുഴുവൻ പ്രസ്ഥാനം അതോടെ നശിച്ചുപോയി. ദൈവത്തിന്റെ തീ ദേശത്ത് വാഴുന്ന വാഴ്ചകളെ, ആഭിചാരങ്ങളെ വെല്ലുവിളിക്കാൻ ഏലിയാവിനെ പ്രാപ്തനാക്കിയ ഒരു തീയായിരുന്നു അവിടെ ഇറങ്ങിയ തീ. നിങ്ങൾ പ്രാർത്ഥിച്ച് നിങ്ങളുടെ കൂട്ടായ്മയിൽ നിങ്ങളുടെ ദേശത്ത് ദൈവത്തിന്റെ തീ ഇറക്കണം. അപ്പോൾ കാണാം ദേശത്ത് വാഴുന്ന വാഴ്ചകൾ വിരണ്ടോടുന്ന കാഴ്ച. സ്തുതിക്കുന്നു. നാലാമത് യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ പെട്ടെന്ന് വായിക്കാം. രാജാവ് മരിച്ചയാണ്ടിൽ കർത്താവ് ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാഫുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തർ 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഓരോരുത്തൻ സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് ആർത്തു പറഞ്ഞു. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി, ആലയം ഭൂമി കൊണ്ട് നിറഞ്ഞു. അപ്പോൾ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ആദരങ്ങളുള്ള ജനത്തിന് നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫുകളിൽ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കൊടിൽ കൊണ്ടൊരു തീക്കനലെടുത്ത് തന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് എന്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് എന്റെ വായിക്ക് തൊടുവിച്ചു. കണ്ടോ? ക്ലിയർ ആയില്ലേ? പ്രസംഗിക്കേണ്ട ആവശ്യമില്ല. യാഗപീഠത്തിൽ നിന്നൊരു തീക്കനലെടുത്തോണ്ടൊരു കിരൂബ് വന്നിട്ട് പ്രവാചകന്റെ നാക്കയിലോട്ട് തൊട്ടു. അടുത്ത വാക്യം. ഇതാ അത് എന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി, നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശുദ്ധീകരിക്കുന്ന തീ. സക്കറിയ പ്രവചനം 2-ാം അധ്യായം 5-ാം വാക്യം. എന്നാൽ ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും. അപ്പൊ കാവൽ നിൽക്കുന്ന തീ. തീ മതില്. ലോകത്തിൽ പല മതിലുണ്ട്, പക്ഷെ തീ മതിലാരും കണ്ടിട്ടില്ല. സ്വത്രം. ഞാൻ അതിന് ചുറ്റും തീ മതിലായിരിക്കും, കാവൽ നിൽക്കുന്ന തീ. ഞാൻ അതിന്റെ നടുവിൽ മഹത്വമായിരിക്കും. ഞാനത് തിരിച്ചു വ്യാഖ്യാനിച്ചോട്ടെ. എവിടെ ദൈവത്തിന് മഹത്വം ഉണ്ടോ അവിടെ ദൈവത്തിന്റെ തീമതിലുണ്ട്. നിന്റെ കുടുംബത്തിൽ ദൈവത്തിന് മഹത്വമുണ്ടെങ്കിൽ, കുടുംബമായി നീ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നവനാണെങ്കിൽ, നിന്റെ വീടിന് ചുറ്റും ദൈവത്തിന്റെ തീമതിലുണ്ടായിരിക്കും. കാനായിലെ കല്യാണ വീട്ടിൽ യേശുവിന്റെ മഹത്വം വെളിപ്പെട്ടു. നിന്റെ സഭയിൽ ദൈവത്തിന് മഹത്വം വെളിപ്പെടട്ടെ. അവിടെ ഒരു തീമതിൽ ദൈവം സൃഷ്ടിക്കും. പീഡനങ്ങൾ വർദ്ധിക്കുന്ന കാലമാ. പീഡനങ്ങൾ വർദ്ധിക്കുന്നു. വരുന്ന വാർത്തകളെല്ലാം ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. ക്രൂരമായ പീഡനങ്ങൾ വർദ്ധിക്കുന്നു ദൈവജനത്തിന്റെ ഇടയിൽ. അമേരിക്കൻ പ്രസിഡന്റിന്റെ ഒരു പ്രസംഗം ഈ ആഴ്ചയിൽ ഞാൻ കേട്ടു. ലോകത്തിൽ ക്രൈസ്തവർ പീഡിപ്പിക്കുന്നു, നമ്മൾ എന്ത് വില കൊടുത്തും അതിനെ എതിർക്കും എന്ന് പറയുന്നൊരു പ്രസംഗം ഞാൻ കേട്ടു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പറയാൻ ഒരു പ്രസിഡന്റിനെ ദൈവം കൊണ്ടുവന്നല്ലോ.
പേപ്പട്ടിയെ തല്ലുന്ന കണ്ടാൽ ആരെങ്കിലും അയ്യോ തല്ലല്ലേ എന്ന് പറയുമോ? അതേ അവസ്ഥയല്ലേ ദൈവമക്കൾക്ക്. തല്ലുന്ന എന്നാന്ന് പോലും ചോദിക്കാൻ ആരും ഇല്ലാതെ വന്നിരിക്കുകയല്ലേ ലോകം മുഴുവനും. സിറിയയിലൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ വായിച്ചാൽ ചങ്ക് തകരും. ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. അപ്പോസ്തല പ്രവൃത്തി 2-3 അധ്യായങ്ങൾ കഴിഞ്ഞപ്പോൾ തുടങ്ങിയതല്ലേ. എത്രയായിരം വിശുദ്ധന്മാരെ കത്തിച്ചു കൊന്നു. പക്ഷെ സഭ ഇന്ന് വരെയും ഭൂമിയിലുണ്ടല്ലോ. ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ ഒരു തീമതിൽ ദൈവജനം കാണണം. എനിക്കൊരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒരു ചെറുപ്പക്കാരനെ വിശ്വാസത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ ശക്തന്മാരായ ആഭിചാരകന്മാരെ കൊണ്ടുവന്ന് കർമ്മങ്ങൾ, ക്രിയകൾ ചെയ്യിപ്പിച്ചു. അവൻ്റെ വീട്ടുകാരൊന്നും വിശ്വാസത്തിലല്ല. അവനൊരു ബോർഡിങ്ങിൽ, ഒരു ഓർഫനേജിൽ താമസിച്ചപ്പോൾ വിശ്വാസത്തിൽ വന്നതാണ്. തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ അവനിരുന്ന് പ്രാർത്ഥിക്കുക, അന്യഭാഷ പറയുക, ഫുൾ ടൈം. മനസ്സിലായോ? അവധിക്ക് വീട്ടിൽ ചെന്നപ്പം അവനിരുന്ന് പ്രാർത്ഥിക്കുകയും മറുഭാഷ പറയുകയൊക്കെ ചെയ്യും. അപ്പം ആ വീട്ടിലുള്ളവർക്ക് ഇത് പേടിയാണ്. കാരണം അവരതിന് പറ്റിയ ക്രിയകൾ ചെയ്യുന്നവരെ വിളിച്ചുകൊണ്ട് വന്നു. അവരതിന് വേണ്ട പരിപാടികൾ, യാഗങ്ങൾ, കർമ്മങ്ങളെല്ലാം 1, 2, 3 നിന്ന് നടത്താൻ തുടങ്ങി. കാശ് മുടക്കിയാണ് ചെയ്യുന്നത്. രാവിലെ തൊട്ട് വൈകുന്നവരായിട്ട് ഒന്നും നടക്കുന്നില്ല. ഈ കൊച്ചനെ അവിടെ ഇരുത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. ഒടുവിൽ മുഖ്യ കർമ്മി കുടുംബനാഥനെ വിളിച്ചേച്ച് ചെവി പറഞ്ഞു, ഇവൻ്റെ അടുത്ത് ഒന്നും നടക്കുകയെന്ന് പറഞ്ഞു. ഇവന് ചുറ്റും തീയാന്ന് പറഞ്ഞു. ഞാൻ ഇവിടുന്ന് അയക്കുന്നതെല്ലാം തിരിച്ച് എനിക്കിട്ടടിക്കുക എന്ന് പറഞ്ഞു. ഇത് ഒരു കഥയല്ല, അനേകരുടെ അനുഭവമാണ്. വിശുദ്ധന്മാർക്ക് ചുറ്റും ഒരു തീമതിലുണ്ട്. ഇയ്യോബിനെ നശിപ്പിക്കാൻ പിശാച് ഇറങ്ങിത്തിരിച്ചു. ഇയ്യോബിനെ കിട്ടുന്നില്ലെന്ന് കണ്ടപ്പോൾ പിള്ളേരുടെ ചുറ്റും നടന്നു. ഒടുവിൽ മൃഗങ്ങളുടെ പുറകെ പോയി. പിന്നെ റബ്ബർ തോട്ടത്തിൽ കൂടിയൊക്കെ കറങ്ങി നടന്നു. ഒന്നും നടക്കുന്നില്ല. തിരിച്ചു ചെന്നപ്പോൾ തമ്പുരാൻ ചോദിച്ചു, നീ പോയ വഴിക്ക് എൻ്റെ ദാസരേഖരെ കണ്ടായിരുന്നോ? അവിടെ ഞാൻ പറഞ്ഞു, കണ്ടുകൊണ്ട് കാര്യമില്ല, തൊടാൻ പറ്റുകയില്ല. അയന തീ മതിലല്ലേ. അപ്പോൾ പിശാചിൻ്റെ ആർഗ്യുമെൻ്റ് എന്നാണെന്നറിയോ? അവൻ്റെ ഡിസിഷൻ കൊണ്ടൊന്നുമല്ല, നിന്റെ പ്രൊട്ടക്ഷൻ കൊണ്ടാവാൻ നിൽക്കുന്നത്. മനസ്സിലായോ? ഇവിടെ ഒരു മർമ്മമുണ്ട്. നമ്മുടെ ഡിസിഷൻ കൊണ്ട് നമ്മൾ നിൽക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാനിയേലും കൂട്ടരും ബാബിലോണിൽ നിന്നത് ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട്, പക്ഷെ അവരുടെ ഡിസിഷനായിരുന്നു. ആണോ? ആണോ? അതെ. അവൻ ദൈവം നിയമത്തിൻ്റെ ദൈവമാണ്. നിനക്കങ്ങനെ പ്രൊട്ടക്ഷൻ തരാൻ ഒക്കുകയില്ല. നീ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ നിനക്ക് പ്രൊട്ടക്ഷൻ തരും. ഇത് ദൈവത്തിൻ്റെ ഒരു ക്ലോസാണ്. അത് കർത്താവേ, ഞാൻ പ്രമാണത്തിൽ നിൽക്കാം, എന്നെ സഹായിക്കണം എന്ന് നീ പറഞ്ഞാൽ നിനക്ക് പ്രൊട്ടക്ഷൻ തരും. അപ്പൊ ഇയ്യോബ് നിൽക്കുന്നതിൻ്റെ കാരണം അവൻ്റെ ഡിസിഷനൊന്നുമല്ല, നിന്റെ പ്രൊട്ടക്ഷനാണെന്നാണ് ഇവൻ പറയുന്നത്. ഉടനെ ദൈവം പറഞ്ഞു, ഓക്കെ, ഞാൻ മതിലങ്ങ് വിളിച്ചു തന്നേക്കാം. എന്തോ ഒരു കഷ്ടതയായിരുന്നറിയോ? മൃഗങ്ങളെല്ലാം ചാവുക, പിള്ളേരെല്ലാം കൈവിട്ട് പോവുക. ദൈവം മതിൽ പൊളിച്ചു എന്ന് തോന്നുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. കർത്താവിനോട് കൂടുതൽ അടുത്തുവാ. ഏറ്റവും ഒടുവിൽ നഷ്ടപ്പെട്ടതെല്ലാം ഇയ്യോബിന് തിരിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ മതിലിനായിട്ട് ഞാൻ നന്ദി പറയുന്നു. ഞാൻ നിങ്ങളിൽ നിന്നതല്ല, ദൈവം നമ്മളെ നിർത്തിയതാ. നിന്നതല്ല നാം, ദൈവം നമ്മെ നിർത്തിയതാ. നേടിയതല്ല, ദൈവമെല്ലാം തന്നതല്ലേ. ഒരു 2-3 മിനിറ്റൂടെ കഴിഞ്ഞിട്ട് പാടാം. ആ പാട്ട് തന്നെ എടുത്തു വെച്ചു. ഈ നോട്ടങ്ങ് തീർക്കാം. 6ാമത്തെ കാര്യം നമ്മൾ നേരത്തെ വായിച്ചതാ, അഭിഷേകത്തിൻ്റെ തീ. അപ്പോസ്തല പ്രവൃത്തി 2:1-2 എടുക്കണ്ട, വായിക്കണ്ട. 7ാമത്തേത് ശോധന ചെയ്യുന്ന തീ. മലാഖി 3:2.
എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതി കഴിക്കുന്നവന്റെ തീ പോലെയും അലക്കുന്നവന്റെ ചാരവെള്ളം പോലെയും ആയിരിക്കും. അവൻ ഊതി കഴിക്കുന്നവനെ പോലെയും വെള്ളി ശുദ്ധി വരുത്തുന്നവനെ പോലെയും ഇരുന്നു കൊണ്ട് ലേവി പുത്രന്മാരെ ശുദ്ധീകരിച്ച് പൊന്നുപോലെയും വെള്ളി പോലെയും നിർമ്മലീകരിക്കും. ശോധന ചെയ്ത് നിർമ്മലീകരിക്കും. അതിനെക്കുറിച്ചാണ് 1 പത്രോസ് 1:7 പറഞ്ഞിരിക്കുന്നത്. വായിക്കാൻ നേരമില്ല, കുറിച്ചിട്ടു. 1 കൊരിന്ത്യർ 3:13 അതിനോട് കണക്റ്റഡ് ആണ്. ഒടുവിൽ 8-ാമത്തെ ഒരു കുറിപ്പും കൂടെ തരാം. ലേവിയ പുസ്തകം 9:24. യഹോവയുടെ സന്നിധിയിൽ നിന്ന് തീ പുറപ്പെട്ടു, യാഗപീഠത്തിന്മേലുള്ള ഹോമയാഗവും മേധസ്സും ദഹിപ്പിച്ചു. അപ്പോൾ ജനമെല്ലാം അത് കണ്ടപ്പോൾ സാഷ്ടാംഗം വീണു. ഈ തീയെ നമുക്ക് ഇങ്ങനെ വിളിക്കാം, ദൈവിക അംഗീകാരത്തിന്റെ തീ. അവരർപ്പിച്ച യാഗത്തിൽ ദൈവം പ്രസാദിച്ചു എന്നതിന്റെ തെളിവാണ് ആ തീ. അങ്ങനെയാണെങ്കിൽ നമ്മൾ പാടുന്ന പാട്ടും നമ്മൾ നടത്തുന്ന പ്രസംഗവും തമ്പുരാൻ അംഗീകരിച്ചതിന്റെ തെളിവായിട്ട് ഒരു തീ നമ്മുടെ മധ്യ ഇറങ്ങണ്ടേ? എത്ര മനോഹരമായ തിരുവചനമാ. സ്തോത്രം. നമ്മുടെ എല്ലാ മീറ്റിങ്ങുകളിലും ദൈവത്തിന്റെ തീ ഇറങ്ങണം. സ്തോത്രം. ഇത് ന്യായവിധിയല്ല പ്രിയപ്പെട്ടവരെ, ഇത് ദൈവപ്രസാദമാണ്. തീയല്ല, ന്യായവിധിയല്ല. പക്ഷെ തീ അപകടമാ. പക്ഷെ തീയില്ലാതെ ജീവിക്കാൻ പറ്റൂ? ലോകത്തെ മാറ്റം വരുത്തിയ സാധന തീ. ആദിമകാലങ്ങളിൽ തീയില്ല, എന്നിട്ട് തീ കെടാതെ സൂക്ഷിച്ചു വെക്കുന്ന കാര്യമൊക്കെ അമ്മമാരോട് ചോദിച്ചു നോക്കണം. അങ്ങനെയുള്ള അമ്മമാരൊന്നും ഇനി ബാക്കിയില്ല. തീപ്പെട്ടി കണ്ടുപിടിക്കുന്ന മുമ്പത്തെ കാര്യമായി പറയും. അയൽവക്കത്തെ വീട്ടിൽ തീക്ക് പോകുന്നതായിട്ട് കേട്ടിട്ടുണ്ടോ? ഉണ്ടല്ലേ? ചിരട്ടയ്ക്കകത്ത് തീയും മേടിച്ചോണ്ട് വരികയാണേ. ഒന്ന് ഓർത്ത് നോക്കിയ. അപ്പൊ തീ എത്ര പ്രഷ്യസാ. അങ്ങനെ ഒരു കഥ തന്നെയുണ്ട് ഇന്ത്യയില്. ഒരു ദേവലോകത്തിൽ ചെന്ന് ഇച്ചിരി തീ കട്ടുകൊണ്ട് വന്നു. ദേവന്മാർ ഇത് അറിഞ്ഞു വന്ന് ഈ പുള്ളിയെ പിടിച്ച് പൂട്ടിയിട്ടതൊക്കെ വലിയ കഥയാ. അപ്പൊ തീ അത്ര പ്രഷ്യസാ. സ്തോത്രം. അപ്പൊ ആ പുരാതന കഥയ്ക്കകത്തും തീയുടെ ഉറവിടം എവിടെയാ? സ്വർഗമാ. അവിടെ ചെന്ന് കൊണ്ടുവന്നാ പറയുന്നത്. സ്തോത്രം. ഇപ്പൊ ഇവിടെ വായിച്ചത് സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങിയെന്നാ. നിങ്ങളുടെ വീട്ടിൽ ഇന്ന് തീ കത്തിയില്ലെങ്കിൽ നിങ്ങൾ ഇത് പട്ടിണിയാ. ശരിയാണോ? ഫ്രിഡ്ജ് ഉള്ളത് കൊണ്ട് 2 ദിവസം കൂടെ നിൽക്കായിരിക്കും. ഓവനൊക്കെ ഉള്ളത് കൊണ്ട്. തീയില്ലെങ്കിൽ കാര്യം തീർന്നു. പക്ഷെ ആ തീ തന്നെ അപകടമാ. സൂക്ഷിച്ചില്ലെങ്കിൽ പെരകത്തിപ്പോവും. ഇത്രയുള്ള കാര്യം. തീയെന്ന് പറഞ്ഞാൽ മുഴുവൻ ന്യായവിധിയല്ല. പക്ഷെ തീയോട് കളിക്കുന്നത് സൂക്ഷിച്ചു വേണം. തീയോട് ഇടപെടുന്നത് സൂക്ഷിച്ചു വേണം. ഇത് അനുഗ്രഹമായി മാറാം, നന്മയായി മാറാം, വിടുതലായി മാറാം, ശുദ്ധീകരണമായി മാറാം, രൂപാന്തരമായി മാറാം. ഈ പോണ കാറുകൾ മുഴുവനും അകത്തെന്തുവാ? തീയല്ലേ, ഫയറല്ലേ. അപ്പൊ നല്ല തീ ഉണ്ടേ നല്ല സ്പീഡാ. തീയിലേക്ക് ഉദ്ദിക്കോട് നടക്കുന്നത് കണ്ടിട്ടില്ലേ ചില വണ്ടി? പുറകിൽ നിന്ന് തള്ളുക, 5-8 പേര് നിന്നുണ്ട്. അതിനേക്കാൾ നല്ലത് നടന്നു പോവല്ലേ. ഈ പെന്തിക്കോസിന്റെ വണ്ടി തള്ളുന്ന വണ്ടിയല്ല, ഫയറാ. തള്ളുന്ന വണ്ടികളുണ്ട്, അതങ്ങനെ പോട്ടെ. ഇത് തീയിൽ ഓടേണ്ടതാ. ഇതാരും തള്ളിക്കൊണ്ട് നടക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മീറ്റിംഗ് നിർത്തേണ്ട സമയമായി. കണ്ണുകളടയ്ക്കാം.